നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതെ, ഓണച്ചടവൊക്കെ അങ്ങനെ കഴിഞ്ഞു വരികയാണ്. ഇന്ന് 4-ാം ഓണമാണ്. പക്ഷെ 4-ാം ഓണത്തിന്റെ പ്രത്യേകത ഇന്ന് കന്നിമാസം ഒന്നാണ്. അത് കന്നി 1 തുടങ്ങി എന്നുള്ളതാണ്. അത് ഇന്നലെയും പറഞ്ഞല്ലേ നമ്മൾ, അത് ഏറ്റവും പ്രത്യേകതയുള്ളൊരു സംഭവമാണത്. അപ്പോൾ അത് എത്ര പേർക്ക് അറിയാവുന്നുള്ളത് കൂടി നമുക്ക് നോക്കണം. അതുമായി ബന്ധപ്പെട്ടൊരു അതിഥിയും പ്രേക്ഷകരിലേക്ക് വരുന്നുണ്ട്. നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. പലരും അവധിയിലായിരിക്കും, നാട്ടിലൊക്കെ പോയിരിക്കുകയായിരിക്കും, ജോലിയിലേക്ക് ജോലിയിലേക്കൊക്കെ മടങ്ങി വരുന്നതിന്റെ ഒരു വിഷമം കാണും എല്ലാവർക്കും. ഒരു 4 ദിവസത്തെ 5 ദിവസത്തെയൊക്കെ അവധി കഴിഞ്ഞ് വരുന്നവരായിരിക്കും. എന്തായാലും നല്ലൊരു ദിവസമാകട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് വാർത്തകളുണ്ട്, അതിലേക്ക് ആദ്യം പോകാം. അതെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാജിവെക്കുകയാണ്. അപ്പോൾ ഇനി ആര് ആ സ്ഥാനത്തേക്ക് വരും എന്നറിയാൻ നമുക്ക് കുറച്ചുകൂടി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. ഒപ്പം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സിനിമാ മേഖലയിലെ പുതിയ സംഘടന, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ, അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം വയനാടുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകാം. വയനാട് ദുരിതാശ്വാസത്തിൽ തുക ചെലവിട്ടതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉയർന്ന വിവാദം, അത് പിന്നീട് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഒരു ക്ലാരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. പക്ഷെ അപ്പോഴും ഇത് എന്തിനിത്ര അമിത ചിലവ് കാട്ടി എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. അത് ഗൗരവതരമെന്ന് തന്നെയാണ് പ്രതിപക്ഷവും വിലയിരുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം പ്രതികരണം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എസ്റ്റിമേറ്റ് കണക്കുകളാണ് പുറത്തു വന്നതെന്ന് സർക്കാർ വാദം, അത് ശരിയല്ല എന്നും പ്രതിപക്ഷം വിലയിരുത്തുന്നുണ്ട്. അതെ, വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അവരുടെ സർക്കാർ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ് റിലീസ് നമ്മൾ കണ്ടിരുന്നു. തദ്ദേശ സ്വയംഭരണ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തി. പക്ഷെ അപ്പോഴും ഇത് നമുക്ക് ഈ വിശ്വസിക്കാൻ പറ്റാത്ത പല കണക്കുകളും അത് എത്തേണ്ടത് കേന്ദ്ര സർക്കാരിലേക്കും കോടതിയിലും മറ്റുമാണ്. അതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനെ ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത കണക്കുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കണോ എന്ന പലവിധ ചോദ്യങ്ങളാണ് പ്രതിപക്ഷവും BJPയും ഒക്കെ ഉന്നയിക്കുന്നത്. ആ ഭാഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയല്ലേ അവർ? തീർച്ചയായിട്ടും പ്രതിപക്ഷം കാര്യമായ പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ നടത്തിയിട്ടില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് ഇതെന്നാണ്. കാരണം ഇത്രയധികം തുക എന്തിന് എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും അതെന്തിന് ആ തുക, അത്ര തുക എന്തിന് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തി എന്ന ചോദ്യമാകും ഒരുപക്ഷെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. സർക്കാർ പൂർണ്ണമായും ഈ ആരോപണത്തെ തള്ളിക്കളയുകയാണ്. എസ്റ്റിമേറ്റ് തുക നേരത്തെയും ഇത്തരത്തിലാണ് എസ്റ്റിമേറ്റ് കണക്കുകൾ ഉൾപ്പെടുത്തുന്നത്. അതിൽ ഗുരുതരമായ സാമ്പത്തിക ദുർവ്യയത്തിന്റെ കാര്യമില്ല എന്ന വിലയിരുത്തലാണ് ഭരണപക്ഷത്തിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും റവന്യൂ മന്ത്രിയിൽ നിന്നുമൊക്കെ ഇന്നലെ ഉണ്ടായത്. ദുരിതത്തിൽ അടിയന്തര സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സംബന്ധിച്ച മെമ്മോറണ്ടമാണ്. അതിന്റെ പകർപ്പാണ് കോടതിയിലും നൽകിയത്. അത് കൃത്യമായി ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ്. അതിലെ ആവശ്യങ്ങളെ തെറ്റായി അവതരിപ്പിക്കുകയാണ് ഈ വാർത്തകളിലൂടെയും ആരോപണത്തിലൂടെയും ചെയ്യുന്നതാണ് സർക്കാർ പറയുന്നത്. എന്നാൽ പ്രതിപക്ഷം അതിൽ സംശയം കാണുന്നുണ്ട്. ഇന്നലെ BJPയുടെ അധ്യക്ഷനും രൂക്ഷമായ വിമർശനമാണ് ഈ വിഷയത്തിൽ നടത്തിയത്. ഇന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പ്രതിപക്ഷവും BJPയും വിഷയം ഏറ്റെടുക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ ധാരണ. സർക്കാർ അതിനെ പൂർണ്ണമായും പ്രതിരോധിക്കുകയാണ്. ഏതായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള ദുർവ്യയം നടന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകും, നാണക്കേടാകും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടിയാകും സർക്കാരിന്റെ പ്രതികരണങ്ങൾ. ഇന്നലെ ആദ്യഘട്ടത്തിൽ സർക്കാർ പ്രതികരിക്കാൻ തയ്യാറായതില്ല. പിന്നീട് റവന്യൂ മന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പും പുറത്തിറങ്ങുകയായിരുന്നു. പ്രതിപക്ഷത്ത് നിന്ന് കൂടുതൽ പ്രതികരണങ്ങളാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അരുണി, രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ ഇന്നലെ ആ കണക്ക് പുറത്തു വിടുമ്പോൾ അതിലെ എത്രയോ മടങ്ങ് യാഥാർത്ഥ്യത്തിനും എത്രയോ മടങ്ങ് അപ്പുറത്താണ് എന്ന് അതുമായി ചേർന്ന് നിന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നമ്മളോട് പ്രതികരിക്കുകയുണ്ടായല്ലോ. ആ കണക്കുകളിലേക്ക് ഒന്ന് പോകുമ്പോൾ അത് ഈ സർക്കാർ പറയുന്നതുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കണക്കുകൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ തന്നെയാണ് കണക്കുകൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതെന്നാണ് സർക്കാരിന്റെ അഭിപ്രായം. കാരണം പ്രളയകാലത്തും സമാനമായ രീതിയിലാണ് കണക്കുകൾ തയ്യാറാക്കിയത്. ചില കണക്കുകളൊക്കെ സർക്കാർ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് തുകയിടുന്നതിന്റെയൊക്കെ എത്രയോ ഇരട്ടി ചിലവ് യഥാർത്ഥ ചിലവ് വരാറുമുണ്ട്, ആക്ച്വൽ ചിലവ് വരാറുണ്ടെന്നും സർക്കാർ കേന്ദ്രങ്ങൾ പറയുന്നു. അതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് 2014 പ്രളയകാലത്ത് 17 കോടി രൂപയോ മറ്റോ ആയിരുന്നു ഈ എയർലിഫ്റ്റിങ്ങിന് സർക്കാർ ആദ്യം മാറ്റിവെച്ച തുക, അല്ലെങ്കിൽ ചിലവാകുമെന്ന് കണക്ക് കൂട്ടിയ തുക. പിന്നീട് കേന്ദ്രം അത് 100 കോടിയിൽ പരം രൂപ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. അങ്ങനെ അത്തരം എസ്റ്റിമേറ്റിലും ആക്ച്വൽ കണക്കുകളിലും വലിയ അന്തരം ഉണ്ടാകാറുണ്ട്. അത് മാത്രമേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. ഇതിൽ ഒരു തരത്തിലുള്ള സെറ്റിൽമെന്റും നടന്നിട്ടില്ല. ആർക്കും ഈ പണം കൊടുത്തിട്ടില്ല. കൃത്യമായി എത്രയാണ് ചിലവായതെന്ന
കണക്കുകൂട്ടലും അന്തിമഘട്ടത്തിൽ മാത്രമാണ്. ഇപ്പോൾ ഒരു ഭൗതിക ശരീരം മൃതദേഹം അറോജ് ചെയ്യാൻ 75,000 രൂപ എന്നതൊക്കെ ഒരു എസ്റ്റിമേറ്റ് തുകയാണ്. എത്ര ചെലവായി എന്നതൊക്കെ ഇനിയും കണക്കുകൾ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇതിൽ അതിശയോക്തിപരമായ ഒന്നുമില്ല എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോഴും നിലപാടെടുക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സർക്കാരിൻ്റെ ഡിഫൻസ് എന്ന് പറയുന്നത് ഈ കേന്ദ്രത്തിന് കൊടുത്ത കണക്കാണ്. നേരത്തെയും പല തരത്തിൽ പണം ആവശ്യപ്പെട്ടിട്ടും ആ ഒരു പ്രതീക്ഷ സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒരു പെരുപ്പിച്ച കണക്ക് നൽകുന്നതിലൂടെ ഒരു തുക കിട്ടുമെന്നുള്ളതാണ്. ഇതുവരെ ഈ ദുരന്തം നടന്ന് 1 മാസവും 16 ദിവസവും കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു സഹായം ഉണ്ടായില്ല എന്ന ഡിഫൻസും സർക്കാർ കേന്ദ്രങ്ങൾ, CPM കേന്ദ്രങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. സുരേഷ് ഗോപിയോട് ചോദിച്ച മാധ്യമങ്ങൾ ചോദിക്കേണ്ടത്, അപ്പൊ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിചിത്രമായിട്ടുള്ള ഒരു മറുപടി. നമുക്കത് ഇന്നും പ്രതികരണങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ 2-3 ദിവസമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മലപ്പുറത്തെ നിപയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭീതിയാണ്. മലപ്പുറത്ത് അതീവ ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. മരിച്ചയാളുടെ റൂട്ട് മാപ്പ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇത് പ്രകാരം സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം ഉയരാനാണ് സാധ്യത. CV അനുമോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഗുഡ് മോർണിംഗ്. നിപ്പ അവിടെ ആരോഗ്യവകുപ്പ് വലിയ ജാഗ്രതയിലാണുള്ളത്. ഇന്നലെ യോഗം ചേർന്നിരുന്നു. ഇന്ന് ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് അശ്വതി. ഇന്നലെ ഈ ഒരു യുവാവിന്റെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ PRD നൽകിയ വാർത്താക്കുറിപ്പിൽ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 175 ഉയർന്നിട്ടുണ്ട്. ഇതിൽ തന്നെ 74 പേർ ആരോഗ്യ പ്രവർത്തകരും 126 പേർ പ്രൈമറി കോണ്ടാക്ട് പട്ടികയിലുള്ളവരും 49 പേർ സെക്കൻഡറി കോണ്ടാക്ട് പട്ടികയിലുള്ളവരും 104 പേരാണ് ഹൈറിസ്ക് പട്ടികയിലുള്ളതെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. 10 പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. 13 പേരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അത് വരാനുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു ഹൈറിസ്ക് പട്ടികയിൽപ്പെട്ട 13 പേരുടെ സ്രവ പരിശോധനാ ഫലമാണ് ഈ ഒരു നിപ അതൊരു പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്ന് അത് വരേണ്ടതാണ്. ഇന്നലെ രാത്രിയോടെ വരും എന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇതുവരെ ഫലം എത്തിയിട്ടില്ല. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് തിരുവാലി പഞ്ചായത്തിലെ ഈ യുവാവിൻ്റെ വീടടക്കമുള്ള മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ പനി സർവേ അടക്കമുള്ളത് പുരോഗമിക്കുന്നത്. 66 ടീമുകളാണ് ഈ ഫീൽഡ് സർവേയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ തന്നെ ഇന്നലെ വിപുലമായിട്ടുള്ളൊരു ഫീൽഡ് സർവേയാണ് നടന്നിട്ടുള്ളത്. മമ്പാട് പഞ്ചായത്തിലെ 590 വീടുകളിലും തിരുവാലിയിലെ 891 വീടുകളിലും അതുപോലെ തന്നെ വണ്ടൂരിൽ 447 വീടുകളിലും ഇന്നലെ ഈ ടീം അംഗങ്ങളെത്തി പനി സർവേയുടെ ഭാഗമായുള്ള വിവരങ്ങൾ ശേഖരിച്ചു. അതിൽ ആശങ്കപ്പെടുത്തുന്നത് ആയിട്ടുള്ള സാഹചര്യമില്ല എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. 49 പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ ഒരെണ്ണം മാത്രമാണ് ഈ ഒരു സമ്പർക്ക പട്ടികയിൽ വരുന്ന ആളായിട്ടുള്ളത്. മറ്റ് ഇടങ്ങളിൽ ഉള്ള സാധാരണഗതിയിലുള്ള പനിയും ഇപ്പോൾ നിലവിലുള്ള പല ജലദോഷപ്പനി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രമാണുള്ളത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു ആശങ്ക നൽകുന്ന സാഹചര്യം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്രവ പരിശോധനാ ഫലം വരിക എന്നുള്ളതാണ്. അത് ഈ യുവാവുമായി ഏറ്റവും അടുത്തിടപഴകിയ അദ്ദേഹത്തിൻ്റെ ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നവർ ഈ ഒരു സ്രവ പരിശോധന അയച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു ഫലം അതാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഇയാൾക്ക് രോഗം എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ചുള്ള പരിശോധനകളും അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ബംഗളൂരുവിലായിരുന്നു ഇയാൾ എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ചില വിവരങ്ങൾ ലഭിക്കുന്നതിനും ചില കാലതാമസം ഉണ്ടാകുന്നുണ്ട്. എന്തിനാണെങ്കിലും ആരോഗ്യവകുപ്പ് ആത്മവിശ്വാസത്തോടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മന്ത്രി വീണ ജോർജ് നാളെ മലപ്പുറത്ത് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും നമ്മൾ കാത്തിരിക്കുന്നത് സ്രവ പരിശോധനാ ഫലം വരുന്നതിനായിട്ടാണ്. ഇന്നലെയും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരുന്നല്ലോ അനുമോദ്. കടകൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു, മാസ്ക് നിർബന്ധമാക്കി, സിനിമാ തിയേറ്ററുകൾ അടച്ചു. അപ്പോൾ ഈ പൊതുസ്ഥലങ്ങളിലുള്ള കൂടിച്ചേരലുകൾ അത് ഈ സമ്പർക്ക പട്ടികയിൽ കൂടുതൽ ആളുകൾ എന്ന് പറയുമ്പോൾ ഇനിയും കടുപ്പിക്കുമോ അവിടെ നിയന്ത്രണങ്ങൾ? നമുക്കറിയാം, ഇത് 2 മാസം മുൻപ് ഈ നിയന്ത്രണങ്ങൾ നിപ പാണ്ടിക്കാട് സ്ഥിരീകരിച്ചപ്പോൾ ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം. അതായത് അസുഖം ഉള്ള മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ചാണ് അവിടെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ മലപ്പുറം ജില്ലയിൽ എല്ലാം ഒരു ജാഗ്രത പ്രഖ്യാപിച്ചെങ്കിലും നബിദിന ഘോഷയാത്രയൊക്കെ ഈ നിപ ബാധിത പ്രദേശങ്ങളായിട്ട്
കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ച മേഖലകളിൽ മാത്രമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയിടങ്ങളെല്ലാം സാധാരണ പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ജാഗ്രത വേണം എന്ന നിർദ്ദേശമാണ് നൽകുന്നത്. നമുക്കറിയാം ഓണക്കാലമാണ്, അതേപോലെ തന്നെ ആളുകൾ യാത്ര ചെയ്യുന്ന സമയമാണ്, നബിദിനങ്ങളൊക്കെ കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന ഘട്ടങ്ങളാണ്. അപ്പോൾ പലയിടങ്ങളിലും അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും തടസ്സങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ച 5 വാർഡുകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ കടകൾക്ക് പ്രവർത്തിക്കുന്നതിന് സമയപരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ട്യൂഷൻ ക്ലാസ്സുകളും മദ്രസകളും അടച്ചിടാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതേപോലെ മാസ്ക് ഈ ജില്ല മുഴുവൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ തിരുവാലി പഞ്ചായത്തിൽ ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ കൂടുതലായിട്ടും അതിനൊരു പരിശോധനകളും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എവിടെയാണോ ഈ രോഗബാധയുടെ ഉറവിടം എന്ന് കണ്ടെത്താനുള്ള പരിശ്രമം നടക്കുമ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ച ഇടങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങളും മറ്റിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവുമാണ് നൽകിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്ന് നമുക്ക് കൂടുതൽ ഈ സ്രവപരിശോധനാ ഫലം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് എന്താണെന്ന് ജില്ലാ ഭരണകൂടം ആലോചിക്കുക. സ്രവപരിശോധനാ ഫലത്തിൽ ആദ്യഘട്ടത്തിൽ ആർക്കും നിപ്പ ബാധ ഇല്ല എന്ന ശുഭ വിവരമാണ് വരുന്നതെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. പക്ഷേ അത് വീണ്ടും ഫലങ്ങൾ വരാനുണ്ടെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ നമുക്കതൊരു ആശ്വാസം നൽകുന്ന ഫലമായിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ. എന്താണെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നിയന്ത്രണങ്ങളും മറ്റും ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ജില്ലാ ഭരണകൂടം ആലോചിക്കുക. ഏതായാലും നിപ ഭീതി മലപ്പുറത്തുണ്ട്. റൂട്ട് മാപ്പ് അടക്കം ഇന്നലെ പുറത്തുവിട്ടിരുന്നു. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതീവ ജാഗ്രതയിലാണ്. കാരണം നമുക്ക് അതുണ്ടാക്കിയ ഒരു സാഹചര്യം നേരത്തെ കോഴിക്കോട് മറ്റും സ്ഥിരീകരിച്ചപ്പോൾ അതുണ്ടാക്കിയ ഒരു സാഹചര്യമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിന് ഈ മുൻകരുതൽ എടുക്കാനുള്ള ഈ ജില്ലയ്ക്ക് പുറത്തേക്ക് ജാഗ്രത വ്യാപിപ്പിക്കേണ്ട അല്ലെങ്കിൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടോ അനുമോദ്? കാരണം അവിടെ നിന്ന് ആളുകൾ ട്രാവൽ ചെയ്ത് വരുന്ന സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നവരുണ്ടാകുമല്ലോ. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച്? അല്ല, ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇയാളുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് ഇതിലെ അടുത്ത തീരുമാനങ്ങൾ വരിക എന്നുള്ളതാണ്. ജില്ലയ്ക്ക് പുറത്തേക്ക് എന്ന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഒന്നാമത് ഇപ്പോൾ ആ പഞ്ചായത്തും ആ വാർഡുകളും കേന്ദ്രീകരിച്ച് മാത്രമാണ് കടുത്ത നിയന്ത്രണങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് ജില്ല മുഴുവൻ തന്നെ ഈ ഒരു നിയന്ത്രണത്തിലാണ് എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പക്ഷേ അത് ആളുകൾക്ക് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനോ അവർക്ക് മറ്റെന്തെങ്കിലും ചെയ്യുന്നതിനോ എവിടെയെങ്കിലും പോകുന്നതിനോ അതിനൊന്നും തടസ്സമല്ല. തിരുമ തിയേറ്ററൊക്കെ മലപ്പുറം ജില്ലയിൽ മറ്റിടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിൽ മാത്രമാണ് അതിൻ്റെ ഒരു കടുത്ത നിയന്ത്രണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് ആ റൂട്ട് മാപ്പിൻ്റെ വിശദ വിവരങ്ങൾ കൂടിയാണ്. 4-ാം തീയതി മുതലുള്ള റൂട്ട് മാപ്പാണ് ഇന്നലെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുള്ളത്. 4-ാം തീയതിയാണ് ഇയാൾക്ക് ലക്ഷണങ്ങൾ തുടങ്ങിയത്. അന്നും 4-ാം തീയതിയും 5-ാം തീയതിയും ഇയാൾ വീട്ടിൽ തന്നെയായിരുന്നു എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ പുറത്തുവിട്ട റൂട്ട് മാപ്പ് പ്രകാരം പറയുന്നത്. 6-ാം തീയതി ആണ് അദ്ദേഹം ഒരു ക്ലിനിക്കിൽ പോകുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം 2 തവണ ഒരു 11:30 മുതൽ 12 വരെ ഒരു ഫാസിൽ ക്ലിനിക്കിലാണ് അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്. അതിനുശേഷം 7:30 മുതൽ രാത്രി 7:30 മുതൽ 7:45 വരെ ബാബു പാരമ്പര്യ വൈദ്യശാലയിലും 8:18 മുതൽ 10:30 വരെ JMC ക്ലിനിക്കിലും ഇയാൾ ചെലവഴിച്ചിട്ടുണ്ട്. ഈ സമയം കൃത്യമായി പറയുന്നത് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഈ ഒരു ജാഗ്രത പാലിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അതേപോലെ 7-ാം തീയതി അദ്ദേഹം ഓട്ടോയിലാണ് പോയത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം 9:30 മുതൽ 9:20 മുതൽ 9:30 വരെ ഉണ്ടായിരുന്നു. തുടർന്ന് വീട്ടിലേക്ക് പോകുന്നു. പിന്നെ വണ്ടൂരിലെ നിംസ് ആശുപത്രിയിൽ വൈകുന്നേരം 7:45 മുതൽ 8:24 വരെ നിംസ് ആശുപത്രിയിലാണ്. തുടർന്ന് അദ്ദേഹത്തെ ICUയിലേക്ക് മാറ്റുന്നു. പിറ്റേ ദിവസം 8-ാം തീയതി 5-ാം ദിവസം അദ്ദേഹത്തെ ആംബുലൻസിൽ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. അദ്ദേഹം ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇവിടെ എത്തുന്നത്. 2 മണി മുതൽ 4 മണി വരെ എമർജൻസി വിഭാഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് MRI എമർജൻസി വിഭാഗം തുടങ്ങി അദ്ദേഹം 9-ാം തീയതിയാണ് മരിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള റൂട്ട് മാപ്പാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നമ്മളത് കൃത്യമായി എടുത്തു പറയേണ്ട ഒരു കാരണം ഈ ഒരു സമയങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നവർ ഒന്നുകിൽ ഐസൊലേഷനിൽ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണം എന്ന ഒരു സന്ദേശം കൂടി പങ്കുവെക്കാൻ വേണ്ടിയാണ് റൂട്ട് മാപ്പ് അല്പം വിശദമായിട്ട് തന്നെ നമ്മൾ പങ്കുവെച്ചത്. എന്നാണെങ്കിലും ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇയാൾ ബാംഗ്ലൂരുവിലാണ് പഠിച്ചത് എന്നതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ നിന്നും ഇവിടേക്ക് എപ്പോഴെത്തി, ഏത് മാർഗം എത്തി,
തുടങ്ങിയ വിവരങ്ങൾ കൂടി ഇനി വരേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിശദാംശങ്ങൾ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഇനി വരാനുണ്ട് ഔദ്യോഗികമായിട്ട്. അപ്പോൾ നിലവിൽ അശ്വതി ചോദിച്ചതിന് ഉത്തരമായിട്ട് ജില്ലയിൽ മറ്റ് ജില്ലകളിലേക്ക് എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇയാൾ ബാംഗ്ലൂരുവിൽ നിന്നും വന്ന അയാളുടെ ട്രാവൽ ഹിസ്റ്ററിയും അയാളുടെ റൂട്ട് മാപ്പും അങ്ങനെയുള്ള കുറെ കൂടി വിപുലമായ അല്ലെങ്കിൽ വിശദമായ വിവരങ്ങൾ വന്നതിന് ശേഷമേ മറ്റു കാര്യങ്ങൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. എന്താണെങ്കിലും സ്രവ പരിശോധനാ ഫലമാണ് നമ്മൾ ഇന്ന് കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇയാളുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള അവിടുത്തെ വിശദവിവരങ്ങളും റൂട്ട് മാപ്പുകളും ലഭ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. CV അനുമോദാണ് വിവരങ്ങൾ നൽകി. എന്തായാലും അതീവ ജാഗ്രതയിലാണ് മലപ്പുറമുള്ളത്. തീർച്ചയായും നമുക്കിനി എറണാകുളത്തെ ഇന്നലെ മരോട്ടിച്ചുവടിൽ ഒരു കൊലപാതകം നടന്നിരുന്നു. അതിൽ അറസ്റ്റിലായ പ്രതി സമീറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഉച്ചയോടെയാണ് എറണാകുളം CJM കോടതിയിൽ പ്രതിയെ ഹാജരാക്കുക. മദ്യപാനത്തിനിടയിലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ പോലീസ് ഈ കേസിൽ എന്തൊക്കെ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് പ്രവീണിനെ എറണാകുളത്ത് ഇവിടെ എടപ്പള്ളി മരോട്ടിച്ചോടിന് സമീപം പാലത്തിന് കീഴെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിന് പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇതൊരു അസ്വാഭാവിക മരണം, ഇത് ബലപ്രയോഗങ്ങൾ അടക്കം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സമീറിനെ അറസ്റ്റ് ചെയ്യുന്നത്. സമീറിനൊപ്പം തന്നെ മറ്റൊരാളെ കൂടി കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവർ പതിവായിട്ട് ഇവിടെ മദ്യപിക്കുന്ന ഇയാളുടെ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. കൊല്ലപ്പെട്ട പ്രവീണിനും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്. ഇവർ പതിവായിട്ട് ഇവരെല്ലാം തന്നെ ഇവിടെ കൂടാറുണ്ടായിരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന മദ്യപാനത്തിനിടെ ഉണ്ടായിരുന്ന തർക്കമാണ് ഈ രീതിയിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അതിനിടെ സംഘടന ഉണ്ടാവുകയും ഇയാൾ ഇതിനിടെ കൊല്ലപ്പെടുകയുമായിരുന്നു ചെയ്തത്. പ്രവീൺ കൊല്ലപ്പെടുകയുമായിരുന്നു ചെയ്തത്. അത് സമീർ ഇപ്പോൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ സമീറിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇയാൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ ഇയാൾക്ക് പങ്കില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഇങ്ങനെയൊരു കൊലപാതകം നഗരത്തിൽ ഉണ്ടാകുക, ഇത്തരമൊരു ക്രിമിനൽ സംഘങ്ങൾ ഇപ്പോഴും തന്നെ നഗരത്തിലുണ്ട് എന്നത് പോലീസിന് വലിയ തലവേദനകൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് പല ഭാഗങ്ങളിലുമായിട്ട് നഗരത്തിൽ പലപ്പോഴും ഇത്തരം ഈ അക്രമ സംഭവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം ക്രിമിനൽ സംഘങ്ങളുടെ സാന്നിധ്യം പോലീസിന് വലിയ രീതിയിലേക്ക് തലവേദനകൾ പലപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഒരു കൊലപാതകവും പോലീസിന് ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ക്രിമിനൽ സംഘങ്ങളെ പൂർണ്ണമായും തന്നെ ഈ തെരുവുകളിൽ പലയിടങ്ങളിൽ തമ്പടിക്കുന്ന സംഘങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ തന്നെ ഒരു വിലയിരുത്തലുള്ളത്. എന്തായാലും നടപടികൾ അത്തരം കാര്യങ്ങളിൽ ഊർജിതമാക്കുന്നു. പുതിയതായി ചാർജ് എടുത്ത സിറ്റി പോലീസ് കമ്മീഷണർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് കൂടുതൽ പ്രതികളില്ല എന്നൊരു പ്രാഥമിക നിഗമനമാണ് മരോട്ടിച്ചോട് കൊലപാതകം സംബന്ധിച്ച് പോലീസിനുള്ളത്. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മളിന്നലെ കൊല്ലം മൈനാഗപ്പള്ളിയിലെ അതുവേണേ കൊലപാതകം എന്ന് തന്നെ പറയാം അല്ലെ, അപകടം ഇടിപ്പിച്ച ശേഷം ശരീരത്തുകൂടി കയറ്റി ഇറക്കി ശ്വാസകോശം ഈ പറഞ്ഞ വാരിയലിലൊക്കെ ഒടിഞ്ഞാണ് മരണം സംഭവിച്ചത്. ആ മരിച്ച ആൾ ക്യാൻസർ ബാധിതയായിരുന്നു. അവർ ആ ചികിത്സയിലൂടെ അതൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സ്ത്രീ. എന്തായാലും ആ കേസിൽ പ്രതികൾക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുകയാണ്. രഞ്ജിത്ത്, കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രതികളെ അപകട സ്ഥലത്തുൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതാണ് പ്രധാനം. ഈ ഇന്നലെ നമ്മൾ കണ്ടാണ് അതിനുശേഷം വന്ന പല വാർത്തകൾ. പ്രതിയായ വനിതയായ ഡോക്ടർ, അവരുമായി ബന്ധപ്പെട്ട വാർത്തകൾ. മദ്യപിച്ചതിന് ശേഷമാണ് വാഹനം ഓടിച്ചിരുന്നത്. 8 മാസം മുൻപാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. ആശുപത്രിയിലെ പരിചയമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വലിയൊരു വിമർശനവും വരുന്നുണ്ട്. എന്തുകൊണ്ട് അവരുടെ മുഖം കാണിക്കുന്നില്ല, സ്ത്രീയുടെ മുഖം കാണിക്കുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വിനേഷ് ഉണ്ട് അവിടെ. വിനീഷ് കൊട്ടാരക്കര നമ്മോടൊപ്പം ചേരുകയാണ്. വിനീഷ്, ഈ അപകടത്തിന് ശേഷം ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇവർ ദീർഘദൂരം കാർ ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ ഒരുപാട് വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ പോലീസിന്റെ ഒരു അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്ന് ശേഷം ഇന്ന് രാവിലെ വരുന്ന ഒരു വിവരം, ഈ വനിതാ ഡോക്ടറിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട പ്രതി പണമടക്കം 8 ലക്ഷം രൂപയുടെ പണവും ആഭരണങ്ങളും അടക്കം വാങ്ങിയിട്ടുണ്ട്, സാമ്പത്തിക ഇടപാടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തലങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്.
വിനീഷ്. തീർച്ചയായും കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിക്കുന്ന സംഭവത്തിൽ പ്രതികളെ റിമാൻഡ് ചെയ്തു എന്നൊരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. 14 ദിവസത്തേക്കാണ് അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും റിമാൻഡ് ചെയ്തത്. പ്രതികളെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. പ്രതികൾ ബോധപൂർവം യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ ശ്രീകുട്ടി വാഹനം ഓടിച്ചു മുന്നോട്ട് പോകാൻ അജ്മലിന് നിർദ്ദേശം നൽകിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തെളിവുകളും CCTV ദൃശ്യങ്ങളും ശക്തമായി നിലനിൽക്കുന്നതാണെന്നും മജിസ്ട്രേറ്റ് നിരീക്ഷണം നടത്തുകയും ചെയ്തു. പ്രതികൾ ചെയ്തത് ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റമാണെന്നാണ് മജിസ്ട്രേറ്റ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത്. തുടർന്ന് പ്രതികളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. കേസിൽ ഇരുവർക്കുമെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുമുണ്ട്. ഈ നരഹത്യാ കുറ്റം ചുമത്തി ഇരുവർക്കുമെതിരെ ഈ നടപടി ഇന്നലെ ഈ വനിതാ ഡോക്ടർക്കെതിരെ അവർ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ഉണ്ടായി എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഈ പോലീസിന്റെ ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കം ഏത് തരത്തിലായിരിക്കും? കൂടുതൽ കാര്യങ്ങൾ അറിയണം. ഇയാൾ മറ്റ് ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയാണ് ഇയാളെന്ന് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞതുപോലെയുള്ള നമുക്ക് ഈ അപകടത്തിന്റെ വ്യാപ്തി ഒട്ടും കുറച്ച് കാണിക്കാൻ സാധിക്കില്ല. അതനുസരിച്ച് ശിക്ഷാ നടപടികൾ ഈ പ്രതികൾക്കെതിരെ ഉണ്ടാവേണ്ടതുണ്ട് പോലീസിന്. അത് ഈ ശ്രീകുട്ടിക്കെതിരെ പ്രേരണ കുറ്റവും ചുമത്തിയിട്ടുണ്ടായിരുന്നു. മദ്യലഹരിയിലായിരുന്നു ഇരുവരുടെയും യാത്ര എന്നാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ അജ്മൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മോഷണ കുറ്റം, അതുപോലെ തന്നെ ഈ ചന്ദനം കടത്ത്, ഈ ലഹരി മരുന്ന് കടത്ത്, അങ്ങനെ ഏകദേശം 5 തരം കേസുകളിൽ പ്രതിയാണ് ഈ അജ്മൽ. അജ്മലിന് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായിട്ടാണ് പോലീസ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം തന്നെ അപകടത്തിൽ മൈനാഗപ്പള്ളി സ്വദേശിനിയായ ഈ 45 വയസ്സുള്ള കുഞ്ഞുമോളാണ് മരണപ്പെട്ടത്. കാറിടിച്ച് സ്കൂട്ടർ യാത്ര വീണപ്പോൾ രക്ഷപ്പെടുത്താൻ തുനിയാതെ ഇരുവരും കാർ അവരുടെ ദേശത്തൂടെ കയറ്റിയിറക്കി കൊണ്ടുപോവുകയായിരുന്നു. ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ്. ഈ പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലുള്ള തെളിവെടുപ്പും മറ്റും ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കിനി ദേശീയ വാർത്തകളിലേക്ക് പോകണം അല്ലേ? ദേശീയ വാർത്തകളുമായി സുവി വിശ്വനാഥൻ. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു? ഓണമൊക്കെ ആഘോഷിച്ചോ? ഓണം ഓഫീസിലായിരുന്നു. സാധാരണ ഞാൻ ലീവ് എടുത്ത് പോവാറുണ്ട്, പക്ഷെ ഇത്തവണ ലീവ് എടുത്തില്ല. ഓഫീസിൽ ഓണമായിരുന്നു. ഗംഭീരമായി. നമ്മള് ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ, പക്ഷെ എന്നാലും ഉഷാറായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ദേശീയ തലത്തിൽ നമ്മള് കേജ്രിവാളിന്റെ രാജി, മമതാ ബാനർജി ഡോക്ടർമാരുടെ ആവശ്യം ഉന്നയിച്ച വിഷയം, അങ്ങനെ നിരവധി വാർത്തകൾ വരുന്നുണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് കേജ്രിവാളിന്റെ രാജിയിലേക്ക് തന്നെ പോകാം. 11 മണിക്കാണെന്ന് തോന്നുന്നു അല്ലേ അവരുടെ പ്രധാനപ്പെട്ട യോഗം, നിയമസഭാകക്ഷി യോഗം ചേരുന്നുണ്ട് പാർട്ടിയുടെ. കേജ്രിവാൾ ഇന്ന് രാജിവെക്കും എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. വൈകിട്ട് 4 മണിക്കാണ് കേജ്രിവാളിന്റെ രാജി ഉണ്ടാവുക. ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറുമെന്നാണ് പറഞ്ഞത്. ഒരു നിർണായകമായ നീക്കമായിരുന്നു കേജ്രിവാളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഉപാധികൾ കർശനമായ ഉപാധികളാണ് അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഭരണനിർവഹണം നടത്തുക എന്നത് ബുദ്ധിമുട്ട് ഏറിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഒരു രാജി പ്രഖ്യാപനം നടത്തുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് കേജ്രിവാളിന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. പുതിയ മുഖ്യമന്ത്രിയെ ആരാണ് പുതിയ മുഖ്യമന്ത്രി? അതിഷി, അതുപോലെ തന്നെ ഗോപാൽ റായ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് പട്ടികയിലുള്ളത്. പക്ഷെ അതിഷിക്കായിരിക്കും കൂടുതൽ മുൻഗണന എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മമതാ ബാനർജിക്ക് ശേഷം ഉള്ള ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന ഒരു ക്രെഡിറ്റ് കൂടെ അങ്ങനെ ഒരു ചരിത്രം കൂടെ അതിഷിക്ക് കിട്ടും. ഒപ്പം തന്നെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്, ആപ്പിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയാണ് അതിഷി. മാത്രമല്ല കേജ്രിവാൾ ജയിലിൽ കിടന്നപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചുമതലകളൊക്കെ വഹിച്ചതും അതിഷിയായിരുന്നു. ഈ ഒരു സാഹചര്യം കൊണ്ട് അതിഷിക്ക് ഒരല്പം മുൻഗണന കിട്ടുന്നുണ്ട്. ഏതായാലും 11 മണിയോടുകൂടി ആരാണ് പിൻഗാമിയാവുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകും. വൈകിട്ട് 4 മണിക്ക് ലഫ്റ്റനന്റ് ജനറലിന് കത്ത് കൈമാറും. ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലുള്ള ഡോക്ടർമാരുമായി മമതാ ബാനർജി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 3 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാം എന്ന് മമതാ ബാനർജി ഇപ്പോൾ ഉറപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ, ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസ ഡയറക്ടർ, ഒപ്പം തന്നെ കൊൽക്കത്തയിലെ പോലീസ് ചീഫ്, ഇവരെ 3 പേരെയും മാറ്റാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ 3 കാര്യങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഡോക്ടർമാർ സമരം നിർത്തണം എന്നൊരാവശ്യം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു പോസിറ്റീവായ ഒരു റിപ്ലൈ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഈ സംഭവത്തിൽ കൊൽക്കത്തയിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന സംഭവത്തിൽ സുപ്രീം കോടതി ഇന്ന് കേസ് പരിഗണിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഇന്ന് വാദം നടക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ വാദം നടത്തുക. ഒപ്പം അതോടൊപ്പം തന്നെ
സുപ്രീം കോടതി അതോടൊപ്പം തന്നെ ഈ കേസിൽ അതായത് സ്വമേധയാ എടുത്ത കേസിലാണ് സുപ്രീം കോടതി വാദം നടത്തുകയും ചെയ്യുക. ഇങ്ങനെയുള്ള വാർത്തകളാണ് ഇന്ന് ദേശീയ വാർത്തകളായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ അതെ, ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ രാവിലെ നടക്കുകയാണ്. ഇന്നലെയായിരുന്നു പരസ്യ പ്രചാരണം അവസാനിച്ചത്. 24 ആകെയുള്ള 90 മണ്ഡലങ്ങളിൽ 24 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നാളെ വോട്ടെടുപ്പ് നടക്കുക. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടി എന്ന ഒരു പ്രാധാന്യം കൂടി ഈ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിനുണ്ട്. ഒപ്പം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ തോതിലുള്ള ഭീകരാക്രമണം, അതായത് ഭീകരരും സൈനികരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉൾപ്പെടെ ജമ്മു കാശ്മീരിൽ ഉണ്ടായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തീർച്ചയായും അങ്ങനെ ദേശീയതലത്തിൽ ഒരുപാട് വാർത്തകൾ. മറ്റൊരു വാർത്ത സുവി, യുപിയിലെ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനമുണ്ട്. അതെ, ഇന്ന് രാവിലെയാണ് പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം ഉണ്ടായത്. 4 പേരാണ് മരിച്ചത്. അതിലൊരു 3 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. അതിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. ജനവാസ മേഖലയിലായിരുന്നു എന്നുള്ളതാണ്. ജനവാസ മേഖലയിലായിരുന്നു, ഒരു വീട് പോലെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. 10 പേരെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്തി. ഇനിയും അതിനകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപകടത്തിന്റെ വ്യാപ്തി കൂടുമെന്നാണ് അതൊക്കെയാണ് ദേശീയ വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ ബർത്ത്ഡേ ആണ്. 74ാം പിറന്നാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിന്റെ ആഘോഷങ്ങൾ ഉണ്ടാകും അല്ലേ അവിടെ? സ്വാഭാവികമായും ഉണ്ടാകും. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ. അപ്പോൾ എന്തായാലും നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം. അതിനുശേഷം അതിഥിയുണ്ട്, നിരവധി വാർത്തകളുമുണ്ട്. ഇടവേള. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ആദ്യം അശ്വതി. കാരണം ചിങ്ങമാസ ചതയമല്ല, കന്നിയിലെ ചതയമാണ്. പക്ഷെ 4 ഓണം കൂടിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ തലമുറയ്ക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട്. ഞാൻ നേരത്തെ നമ്മുടെ അവിടെയൊക്കെ ഈ കുംഭഭരണി ചെറ്റുളങ്ങര വലിയ ഉത്സവമാണ്. നമ്മൾ ഈ കുംഭഭരണിയുടെ ആഘോഷം തുടങ്ങുന്ന ശിവരാത്രി ദിവസമാണ്. ശിവരാത്രി കഴിഞ്ഞ് 7ാം നാൾ കുംഭഭരണി എന്നായിരുന്നു കൺസെപ്റ്റ്. പക്ഷേ പല വർഷങ്ങളിലും കുംഭഭരണി കഴിഞ്ഞാണ് ശിവരാത്രി വരിക. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ, അതൊക്കെ നമുക്ക് എന്താണെന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തതക്കുറവ് പലർക്കുമുണ്ട്. പക്ഷെ അത് കൃത്യമായി ഈ മേഖലയുള്ളവർക്ക് അറിയുകയും ചെയ്യാം. അത്തരത്തിലുള്ള ആളാണ് നമ്മുടെ പോയെന്നുള്ളത് ശ്രീ ഹരി പത്തനാപുരം. ഹരി, സ്വാഗതം. സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഓണാശംസകൾ. ഓണാശംസ. അടിപൊളി ഷർട്ടാണല്ലോ എന്റെ പൊന്നെ, തിളങ്ങിയിരിക്കുന്നത്. അതെ, എങ്ങനെയുണ്ടായിരുന്നു ഹരിച്ചേട്ടാ ഓണം? കുഴപ്പമില്ല, ഇപ്രാവശ്യം നല്ല ഒരു ഓണമായിരുന്നു. എല്ലാ വർഷവും വീട് വെച്ച ശേഷമുള്ള ആദ്യത്തെ ഓണം അല്ലേ ഹരി? അതെ, വീട് വെച്ച ശേഷമുള്ള ആദ്യത്തെ ഓണമായിരുന്നു. നല്ല ഗംഭീരമായിട്ട് വീട്ടിൽ സദ്യയൊക്കെ ആയിട്ട് ആഘോഷിച്ചു. അപ്പൊ നമുക്ക് ഹരി ഓണം ആഘോഷിച്ചത് അതിഗംഭീരമായാണ്. ആ ഒരു ഹരി ഫേസ്ബുക്കിലിട്ട കുറച്ച് വിഷ്വൽസ് ഉണ്ട്, അതിലേക്കൊന്ന് പോകാം. ഹരിയുടെ പാട്ടൊക്കെ അതിൽ പാടുന്നുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. ശരി ഹരി, ആ ദൃശ്യങ്ങളാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമുള്ള ദൃശ്യങ്ങൾ വരും. അതാണ് ഹരി അവിടെ എന്താണ് ഗാനമേളയായിരുന്നു ഹരി അവിടെ? അതെ, ഒരു ചാനലിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം ഒരു ക്രിസ് പുനലൂർ എന്ന് പറഞ്ഞൊരു അനുഗ്രഹീതനായിട്ടുള്ള ഒരു ഗായകൻ, അദ്ദേഹം വളരെ മനോഹരമായി പാടി. അപ്പം ഞാൻ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്, പാടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാനും പോയി ജോയിൻ ചെയ്തു എന്നുള്ളൂ. അതെ, ഒരു പാട്ട് പാടിയാലോ ചേട്ടാ? എന്തോ ഒരു പാട്ട് പാടിയാലോ നമുക്ക്? പാതകം വേണോ? അത്ര വേണോ? ഒരു 2 വരി പാടാം. അല്ല, ഒരു 2 വരി പാടാം, നമ്മുടെ പ്രേക്ഷകരങ്ങ് സഹിച്ചോളൂ. ഞാൻ ശരിക്കും ഒരു ന്യൂസ് 18നോട് ആദ്യമായിട്ട് പറയുകയാണ്, ഞാൻ സംഗീതം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെ, എന്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പാട്ട് പാടുക എന്നുള്ളത്. അപ്പൊ ഈ അടുത്ത സമയത്താണ് ഞാൻ പരിചയപ്പെട്ട ഒരു കുട്ടി. അദ്ദേഹം നമ്മൾ പണ്ട് സിസേറിയൻ എടുക്കുമ്പോൾ പാട്ട് പാടിക്കൊണ്ട് പ്രസവിച്ച ഒരു കുട്ടിയുണ്ട്. ചിന്ന ആശി ചിറകടിക്കും ആശി എന്ന പാട്ട് പാടിക്കൊണ്ട് പ്രസവിച്ച കുട്ടി. അദ്ദേഹമാണ് അത് എന്റെ അധ്യാപിക. അത് എന്നെ ഓൺലൈനിൽ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് പഠിപ്പിച്ച ഒരു പാട്ട് 4 വരി ഞാൻ പാടാം, പക്ഷെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം. അധ്യാപികയ്ക്ക് നാണക്കേട് ഉണ്ടാക്കാതെ പാടിക്കോളൂ. തേനും വയമ്പും നാവിൽ കൂകും വാദം പാടി, തേനും വയമ്പും നാവിൽ കൂകും വാനം പാടി, രാഗം ശ്രീരാഗം
പാടൂ നീ വീണ്ടും 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 തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി. കൊള്ളായിരുന്നു. കുഴപ്പമില്ലാന്ന് വിലയിരുത്തൽ വന്നിട്ടുണ്ട്. രഞ്ജിത്തേട്ടനൊക്കെ ഇപ്പൊ പാട്ടാണ്, ഓൺ എയറിൽ കയറിയ പാട്ട് പാടുക, കൂടെ പിടിച്ചു നിൽക്കാൻ ഞങ്ങളൊക്കെ പാടുപെടുകയാണ്. പിന്നെ ഹരിയുടെ വേറൊരു പ്രത്യേകത കൂടെ അശ്വതി കേൾക്കണം. 20-ാം തീയതി റിലീസാവുന്ന ഒരു സിനിമയിൽ ഹരി ഒരു റോൾ ചെയ്തു. ഗായകൻ, നടൻ, സകലകലാ വല്ലഭൻ. ആ സിനിമയുടെ സ്റ്റിൽസ് നമ്മള് കൊടുക്കുന്നുണ്ട് ഹരിയുടെ. അത് ഞാൻ FB-യിൽ എടുത്താണ്. ആ വേഷം ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഹരി, ജ്യോതിഷനായിട്ട് തന്നെയാണോ അതില്? അതെ അതെ അതെ, ആ വേഷം കണ്ടാൽ അറിയാം. പക്ഷെ അതായത് ഹരി പത്തനാപുരം എന്ന ജ്യോതിഷനായിട്ടല്ല, എന്റെ ക്യാരക്ടറിലെ മാനരിഷ്ടങ്ങളല്ല അതിലുള്ളത്. മറ്റൊരു കഥാപാത്രമായി അത് വിഷ്ണു മോഹൻ എന്നോട് പറഞ്ഞു, ഹരി ഇതിലൊരു ജ്യോത്സ്യന്റെ വേഷമാണുള്ളത്, അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു ചിലപ്പം ഹരിയുടെ ഇമേജിന് കോട്ടം തട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിഷ്ണു, ആ ജ്യോത്സ്യന്റെ പേര് ഹരി പത്തനാപുരം എന്നല്ലെങ്കിൽ ഞാൻ അഭിനയിക്കാൻ റെഡിയാണ്. നമ്മൾ അഭിനയല്ലേ, ഹരി പത്തനാപുരം എന്ന് പറയുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ജ്യോതിഷൻ ഇട്ടേക്കുന്ന ഷർട്ട് കണ്ടാൽ ആരാണ് ഹരി പത്തനാപുരം എന്നും ഈ സിനിമയിൽ ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടാൽ ആരാണ് ജ്യോതിഷൻ, അതിന് വ്യത്യാസമുണ്ട്. കാരണം നേരത്തെ നമ്മൾ ഇങ്ങോട്ട് ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് അശ്വതി പറയാം നവയുഗ, എന്താ ഉദ്ദേശിച്ചത്? നവയുഗ ജ്യോത്സ്യൻ. ഞാൻ പറഞ്ഞത് പുതിയ യുഗത്തിന്റെ ജ്യോത്സ്യനാണ്, നവയുഗ ജ്യോത്സ്യൻ എന്നാണ് അശ്വതി എന്നോട് ഹരിയെ കുറിച്ച് വിശേഷിപ്പിച്ചത്. പക്ഷെ അതുകൊണ്ട് ഇഷ്ടംപോലെ ശത്രുക്കളുണ്ട്. ഫേസ്ബുക്ക് തുറന്നാൽ ഹരിയുടെ ഒരു ഫോട്ടോ ഫേസ്ബുക്കില് സോഷ്യൽ മീഡിയ കണ്ട താഴെ തെറിയുടെ ദൂരമാണ്. അത് ആരാണിതൊക്കെ ചെയ്യുന്നുള്ളത്? എനിക്കൊന്ന് ആരാധനകളെ കുറിച്ച് ശത്രുക്കൾ ഉണ്ടാവും അല്ലേ ഹരി? ഇപ്പോ അല്ല, നിലപാട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ശത്രുക്കൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർക്ക് പലപ്പോഴും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകുന്നത്? നിങ്ങളുടെ നിലപാടുകൾ പലപ്പോഴും വെളിപ്പെടുത്തുമ്പോഴാണ്. നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ മിണ്ടാണ്ടിരുന്നിട്ട് അതായത് ജ്യോതിഷത്തിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകളോടൊപ്പം ചേർന്നിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി സുഖമായിട്ട് പോവാം. പക്ഷെ ഇത് എന്റെ കുലത്തൊഴിലായതുകൊണ്ട് അതിലെ അത്തരം ചൂഷണങ്ങളെ തുറന്നു കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എതിർപ്പുള്ള ആളുകൾ ഉണ്ടാകും എന്നും നമ്മൾ പ്രതീക്ഷിക്കണം. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് ചതയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെ മുന്നോട്ട് വരുമ്പോ സ്വാഭാവികമായിട്ട് അന്നത്തെ കാലത്ത് അദ്ദേഹവും ഒരുപാട് പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം വന്ന ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ, നമ്മൾ ചില രീതികൾ ഇങ്ങനെയാണ് എന്ന് പഠിച്ചു വെച്ചെടുത്ത് അതങ്ങനെയല്ല, അതിനെ ഇങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം, ഇത് പണം ഉണ്ടാക്കാനുള്ള മാർഗം മാത്രമല്ല എന്ന് പറയുമ്പോൾ ശത്രുക്കളുണ്ടാവും. അത് നമ്മൾ പ്രതീക്ഷിക്കണം. അത് വെറുതെ ഇരുന്നാല് അത് വരില്ലല്ലോ. നമുക്കപ്പം ഇത് പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും സിനിമയിൽ നിന്ന് നമ്മൾ വിട്ടുപോയി. സിനിമയെ കുറിച്ച് പറയണത് എങ്ങനെയാ അതിലേക്ക് എത്തിയത്? പിന്നെ ഇത് നെഗറ്റീവ് റോളാണെന്ന് പറഞ്ഞു. അപ്പൊ തട്ടിപ്പുകാരനായിട്ടുള്ള ജോത്സ്യനാണോ അതിൽ? അല്ലല്ല, അങ്ങനത്തെ തട്ടിപ്പുകാരനുള്ള ജോത്സ്യൊന്നുമല്ല ഞാൻ പറയാ. കാര്യം ഞാൻ പറയാം. കൊല്ലത്ത് ഒരു ജോത്സ്യനെ പിന്നെ ഒരു കേസിൽ പിടിച്ചു. എല്ലാം കൂടെ വന്നപ്പോ ഹരിയുടെ ഹരിയാണ് എന്ന് പറഞ്ഞു കുറച്ച് പ്രചരണങ്ങൾ വന്നു. അപ്പൊ ഞാൻ ഹരിയെ വിളിച്ച് പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ ഹരി? അതെന്താ വെച്ചാല് അതിന്റെ കഥ പറയാം. ഏതോ ഒരു ജോത്സ്യനെ മെസ്സഞ്ചറിൽ ചാറ്റ് ചെയ്തിട്ട് ഒരു പെൺകുട്ടി കൊച്ചിയിൽ കൊണ്ടുപോയിട്ട് പൈസ, സ്വർണം 13 പവന്റെ ആഭരണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. വാർത്ത അന്നേരം കുഴപ്പമില്ല. പക്ഷെ ഈ ജോത്സ്യനെ പിടിച്ചപ്പോ നിങ്ങളടക്കമുള്ള മെയിൻ ചാനൽ കൊടുത്ത ലീഡ് എന്താ പറയാ, കൊല്ലത്തുള്ള ഒരു ജ്യോതിഷിയെ മയക്കി കിടത്തി സ്വർണ്ണം അടിച്ചു പോയത്. ഈ രഞ്ജിത്ത് രാമേന്ദ്രൻ അടക്കം എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ട് ഒന്നും ചോദിക്കുന്നില്ല. എനിക്ക് മനസ്സിലായി ഈ വല്ല ആളോടെ എല്ലാം ഉദ്ദേശിക്കില്ലേ, ചോദ്യം ചോദിക്കാതെ തന്നെ മനസ്സിലായി. അതെ, എനിക്കിത് ഞാനല്ലെന്ന് പറയുകയും വേണം. എന്നാ ഞാൻ കയറി ഫേസ്ബുക്കിൽ ഇരുന്ന് ഞാനല്ലെന്ന് പറഞ്ഞ താഴെ ഒത്തപ്പോ നീ ആണല്ലേ. അവസ്ഥയാണത്. അപ്പൊ രഞ്ജിത്ത് പറഞ്ഞൊരു വലിയ ഡയലോഗ് ഉണ്ട് കേട്ടോ. രഞ്ജിത്ത് എനിക്കൊരു വോയിസ് അയച്ചു. ഇത് പറഞ്ഞു, ഹരി ഇത് നീ അല്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. ഞാൻ ചെന്നങ്ങനെ അല്ല, നിന്നെ ഇടിച്ചു പിഴിഞ്ഞാൽ 1 മില്ലി സ്വർണ്ണം കിട്ടത്തില്ലല്ലോ. ഞാൻ 5 പവന്റെ മാല ഉണ്ടായിരുന്നു ആ ജോത്സ്യന്റെ കയ്യിൽ. ഇത് വന്ന് വീട് വെക്കാൻ വേണ്ടി ഈ പറഞ്ഞതുപോലെ ഓടി കിടക്കുന്ന സമയമാണ് അല്ലേ ഹരി? അതെ അതെ, പൈസ ഇല്ലാതെ. അതെ, അപ്പോഴാണ് ഞാൻ സ്വർണ്ണം ഇടുന്ന പരിപാടി ഇല്ലാത്ത ആളാണ്. അങ്ങനെ ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ടായി. അല്ല, സിനിമയിലേക്ക് വരാം. സിനിമ കഥ ഇന്ന് വരെ എന്ന സിനിമയാണ് ബിജു മേനോൻ അതുപോലെ മേതിൽ ദേവിക ആദ്യമായി ആ സിനിമയിലേക്ക് വരുന്ന പടമാണ്. മേപ്പടിയാൻ ഡയറക്ട് ചെയ്ത വിഷ്ണു മോഹനാണ് സിനിമയുടെ സംവിധായകൻ. പിന്നെ നേരത്തെ ചോദിച്ചോളൂ, തട്ടിപ്പ് ജോത്സ്യൻ അങ്ങനത്തെ കഥയൊന്നും അല്ല. ഞാൻ പറഞ്ഞാണ് വേറൊരു പേരിൽ ജോത്സ്യനായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞത്. ഞാനല്ല എന്നുള്ളത് മറ്റൊരു പേരിലാണ് അഭിനയിച്ചിട്ടുള്ളത്. നല്ലൊരു പ്രണയത്തിന്റെ ഒരു കഥയാണ്. എല്ലാവരും കാണുന്ന ഒരു സിനിമയാണ്. വളരെ പഴയകാല ഒരു പ്രണയം കൃത്യമായി അഭ്രപാളികളിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ കുറെ സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് സിനിമയാണ്, കാരണം അവർക്ക് ആവശ്യമെന്ന് തോന്നിയാൽ
സീനുകൾ കട്ട് ചെയ്ത് കളയാം. അപ്പോ അതുകൊണ്ട് ഞാൻ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, പോയി എല്ലാവരും തിയേറ്ററിൽ കാണുക. അല്ല, നമ്മൾ എന്തായാലും അഭിനയിച്ചല്ലോ, അതുകൊണ്ട് നമുക്ക് പറയാം. അല്ല, ഹരി ആദ്യമായിട്ടല്ല, ഇതിനു മുൻപ് 1-2 സിനിമകളിൽ ചെറിയ ചെറിയ റോളാണ് ഇത്. കുറെ സീനുകളുണ്ട് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ. ഹരിച്ചേട്ടൻ, ഞാൻ ഈ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഭയങ്കര ചേട്ടനോട് സംസാരിക്കുമ്പോൾ തോന്നുന്നൊരു വൈബുണ്ട്, അതായത് ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അതായത് ഈ നമ്മൾ കണ്ടുവന്ന രുദ്രാക്ഷമൊക്കെ ഇട്ട് ഭസ്മക്കുറിയൊക്കെ ഇട്ട അല്ലെ, ഷർട്ട് ഇടാത്ത ജ്യോത്സ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായ താങ്കൾക്കുള്ളൊരു പ്രത്യേകത ഞാൻ കണ്ടത് ഒരു നർമ്മബോധമാണ്. അത് ചോദിക്കുന്നത് ഹരി ആളുകളോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും ഹരിയുടെ പല കഥകളിലൂടെയും അനുഭവത്തിലൂടെയും ഒക്കെയാണ്. അത് ഗുണം ചെയ്യുന്നുണ്ടോ ചേട്ടാ ഈ കാലത്തെ ഒരു ജ്യോതിഷൻ എന്ന നിലയിൽ? അല്ല, തീർച്ചയായിട്ടും എനിക്കതിൽ വളരെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഫേസ്ബുക്കിൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അതൊരു ശതമാനം ആളുകളുണ്ട്. പക്ഷെ ഇവരാരും എന്നെ വന്ന് കണ്ടിട്ടോ എന്നോട് സംസാരിച്ചിട്ടോ ഉള്ള ആളുകളല്ല. ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ ജ്യോതിഷ നിയമങ്ങളിൽ നിന്നാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ പച്ച മലയാളത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. ഒരാളെ പോലും ഭയപ്പെടുത്തി. ശ്രീ രഞ്ജിത്തിനൊക്കെ നല്ലതുപോലെ അറിയാം. എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള, എനിക്ക് മിണ്ടാണ്ടിരിക്കുന്നതാണ് കൂടുതൽ ഗുണം, കാരണം നല്ല പൈസ ഉണ്ടാവും. പക്ഷെ ഒരാളെ പോലും ഇന്നീ നിമിഷം വരെ പേടിപ്പിച്ച് പണം ഉണ്ടാക്കുക എന്ന കാര്യത്തിലേക്ക് പോയിട്ടില്ല. പിന്നെ എന്റെ നിലപാടുകൾ കൊണ്ട് ഭയങ്കര ഗുണമുണ്ടായിട്ടുണ്ട്. ഒരിക്കലൊരു അമ്മ വന്ന് പറഞ്ഞാണ് ധൈര്യപൂർവ്വം ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോ, കേരളത്തിന് പുറത്താണ്, അവിടെ തിരുമേനി അമ്മയുടെ മകളുടെ നാള് പറഞ്ഞ അർച്ചനെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഈ തിരുമേനി തട്ടി വീഴാൻ പോയിട്ട് അദ്ദേഹം പെട്ടെന്ന് വന്ന് അമ്മയെടുത്ത് പറഞ്ഞു, ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകൾക്ക് വളരെ മോശമാണ്. അപ്പൊ ചോദിച്ചു, എന്തു പറ്റി? അത് ഞാൻ തട്ടി വീഴാൻ പോയി കണ്ടില്ലേ, വലിയ പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, തിരുമേനി തട്ടി വീഴാൻ പോയി, തിരുമേനിയുടെ ദോഷം കൊണ്ടാണ്, തിരുമേനിയാണ് പരിഹാരം ചെയ്യേണ്ടത്, എന്റെ മകൾക്ക് എന്തിനാണ് പരിഹാരം ചെയ്യുന്നത് എന്ന് ചോദിച്ചത് ശരിക്കും ഞാൻ കൊടുക്കുന്ന ഒരു ധൈര്യമാണ്. നമ്മളുടെ ആചാരം എന്ന് പറയുന്നത് ആരെയും ഭയപ്പെട്ട് ജീവിക്കാനല്ല. ദൈവത്തെ പോലും നിങ്ങൾ ഭീതിയോടെ കാണുന്നില്ല. ഇപ്പൊ കൃഷ്ണനെ പോലും നമ്മള് സ്നേഹിക്കുന്നവരുണ്ട്, പ്രണയത്തോടെ കാണുന്നവരുണ്ട്, ആരാധിക്കുന്നവരുണ്ട്. അല്ല ദൈവത്തെ പേടിച്ചങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ചില ക്ഷേത്രങ്ങൾ, ഇപ്പൊ രഞ്ജിത്ത് രാമചന്ദ്രന്റെ വീടിനടുത്തുള്ള ചെട്ടികുളങ്ങര അമ്മ എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് രാമചന്ദ്രനൊക്കെ അതൊരു അമ്മയാണ്, മാതാവാണ്, വൈകാരികമായ അടുപ്പമാണ്. അപ്പൊ ആ അമ്മ കോപിച്ചിരിക്കുന്ന, അമ്മ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പാടില്ല ഹൈന്ദവർ. ആണ് എന്റെ കോൺസെപ്റ്റ്. നമ്മള് ഈ ചിങ്ങമാസത്തിലെ എന്താണ് ചതയവും കന്നിമാസത്തിലെ ചതയം, ഞങ്ങൾ അത് പറഞ്ഞു തുടങ്ങുകയായിരുന്നു. അപ്പൊ ഈ ചതയത്തിന് വ്യത്യാസം ഉണ്ടല്ലോ ഇത്തവണത്തെ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതായത് നമ്മളുടെ ഹൈന്ദവ രീതികൾ വെച്ചിട്ട് ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു സാധനം അല്ല എടുക്കുന്നത്. അത് ഇംഗ്ലീഷ് തീയതിയിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മളുടെ പിറന്നാൾ അത് രണ്ടു തരത്തിലാണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേറെ, പിറന്നാൾ വേറെ. പിറന്നാൾ എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച മലയാള മാസത്തിലെ നക്ഷത്രം വരുന്ന ദിവസമാണ് നമ്മൾ പിറന്നാളായി എടുക്കേണ്ടത്. ഇന്ന് പലർക്കും അതറിയില്ല. ശരിക്കും ഞാൻ പോലും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് പലപ്പോഴും ബർത്ത്ഡേ പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷെ എന്റേത് മീനമാസത്തിലെ ഉത്രട്ടാതി വെച്ചിട്ടാണ് പിറന്നാൾ എന്ന നിലയിൽ എടുക്കേണ്ടത്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ 1985 ഓഗസ്റ്റ് മാസം 28-ാം തീയതി, അതായത് ചിങ്ങമാസത്തിലെ ചതയ നക്ഷത്ര ദിവസമാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഇത്തവണ ചിങ്ങമാസത്തിലെ ചതയം ഓണത്തിന് മുമ്പാണ് വന്നത്. ഇന്നത്തെ ചതയം എന്ന് പറയുന്നത് കന്നിമാസമാണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പം തിരുവോണവുമായി കണക്ട് ചെയ്ത് തിരുവോണം കഴിഞ്ഞു വരുന്ന ചതയം എടുക്കണം എന്നല്ല, ചിങ്ങമാസത്തിൽ എന്നാണോ ചതയം വരുന്നത് അന്ന് വേണം ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം ആഘോഷിക്കാൻ എന്നുള്ളതാണ്. അത് ആ ഒരു ഹൈന്ദവ ആചാരങ്ങളുടെ തുടർച്ചയാണ്. ഈ പല കാര്യങ്ങളും അങ്ങനെ. ഇപ്പൊ അഷ്ടമരോഹിണി, നമ്മൾ പണ്ടൊക്കെ തിരുവോണം കഴിഞ്ഞു വരുന്ന രോഹിണിയാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ നമുക്ക് അങ്ങനെ ആയിരുന്നില്ല. ഈ ചിങ്ങത്തെ കുറിച്ച് എനിക്ക് ചോദിക്കാനില്ല. ചിങ്ങം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പോസിറ്റീവാണ്. വീട് പാലുകാച്ച ചിങ്ങത്തിലായിരിക്കും, കല്യാണം ചിങ്ങത്തിലായിരിക്കും, അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളെല്ലാം ചിങ്ങത്തിലേക്ക് മാറ്റിവെക്കുന്ന മലയാളി അല്ലെ? എന്തുകൊണ്ടാണ് ഈ ചിങ്ങത്തിന് ഇത്ര പ്രത്യേകത? കന്നിക്ക് എന്താ കുഴപ്പം? ഇന്നോട്ട് കന്നി തുടങ്ങിയാണ്, അല്ലെങ്കിൽ ഈ കല്യാണങ്ങൾ ഇന്നോട്ട് പറയും നമ്മുടെ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഈ സീസൺ അല്ല എന്ന് പറയും. ഇവിടെ ഫോട്ടോഗ്രാഫർമാരെ കല്യാണത്തിന് സമയം കഴിഞ്ഞു എന്ന് പറയും. അപ്പൊ എന്താണ് ഈ മാസങ്ങൾക്ക് അങ്ങനെ ഒരു അയിത്തം കൽപ്പിക്കേണ്ട കാര്യമുണ്ടോ ഹരി? അല്ല, അയിത്തം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. എപ്പോഴും നമ്മളൊരു വിശ്വാസത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൽ കന്നിയും കർക്കടകവും ധനുവും കുംഭവും ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വിവാഹത്തിന് കഴിവതും മാറ്റിവെക്കാറുണ്ട്. ചിങ്ങത്തിന്റെ പ്രത്യേകത ഒന്ന്, പണ്ട് മുതൽ തന്നെ നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പണ്ട് അടിയാൻ ജന്മി എന്നുള്ള വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലത്ത്
ഈ കൊയ്ത്ത് നടക്കുന്നതൊക്കെ ഈ ചിങ്ങമാസങ്ങളിലാണ്. അപ്പൊ കൊയ്ത്ത് നടക്കുമ്പോ അന്ന് എല്ലാവരുടെ കയ്യിൽ പണമുണ്ട്, എല്ലാവർക്കും ശമ്പളം കിട്ടും, എല്ലാവർക്കും ഈ കൊയ്ത്തിന്റെ നെല്ലിന്റെ ഭാഗമൊക്കെ കിട്ടുമ്പോൾ എല്ലാവർക്കും നല്ല കാലമാണ്. എല്ലാവർക്കും സമൃദ്ധിയാണ്. അപ്പൊ സമൃദ്ധി എന്ന് പറയുന്ന ഒരു ചിന്തയിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ടാണ് ഈ ചിങ്ങമാസത്തിന് അമിതമായിട്ടുള്ള ഒരു പ്രാധാന്യം എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം 8-ാം തീയതി ചിങ്ങമാസത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അടുത്ത സമയത്ത് വിവാഹം നടന്ന ഒരു മുഹൂർത്തമായിരുന്നു സെപ്റ്റംബർ 8. ശരിക്കും ജ്യോതിഷപരമായി ചിന്തിച്ചാൽ മറ്റു മുഹൂർത്തങ്ങൾ പോലെ തന്നെ മാത്രമേ ചിങ്ങമാസത്തിലെ 8-ാം തീയതി, അതായത് സെപ്റ്റംബർ 8-ാം തീയതിയുള്ള ആ മുഹൂർത്തത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിലെ പ്രശ്നം എന്താ വെച്ചാൽ ഓണത്തിന് എല്ലാവരും ലീവിന് വരും, ആ സമയത്ത് എല്ലാവരും നാട്ടിലുണ്ടാവും, കുട്ടികൾക്ക് അവധിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അന്നത്തെ ദിവസം അത്രയേറെ കല്യാണങ്ങൾ നടന്നു എന്നുള്ളതാണ്. അതെ, എന്ന് വെച്ചപ്പോ അടുത്ത സെപ്റ്റംബർ 8-ാം തീയതി ഇത്ര പ്രാധാന്യം വരണമെന്നില്ല. കാരണം അത് ഓണമൊക്കെ മാറും, അവധികൾ മാറും, മനസ്സിലായോ? ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് ഒരു പ്രാധാന്യം വരുന്നത്? നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് കിട്ടുന്ന രീതികൾ അനുസരിച്ചാണ് പ്രാധാന്യം വരുന്നത്. ചിങ്ങമാസം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബാണ്. ഓണം എന്ന് പറയുമ്പോൾ ഒരു വൈബാണ്. ഓണക്കോടി എടുക്കുക, അത്തപ്പൂക്കളങ്ങൾ ഇടുക, പിന്നെ ഓണസദ്യ, അതൊരു മാനസികമായ നമ്മുടെ ഒരു സന്തോഷം കൂടിയുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ചിങ്ങത്തിന് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ ചിങ്ങം നമ്മളിപ്പം വലിയ ദുരന്തം ഉണ്ടായിട്ട് നമ്മൾ വിചാരിക്കും ചിങ്ങമാസം വരുമ്പോൾ സന്തോഷമാണ്, ചുറ്റും എല്ലാവർക്കും സന്തോഷമാണ്. അത് നമ്മുടെ ജീവിതക്രമത്തിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചെറുതല്ല. കാരണം ബാക്കി മാസങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ബാക്കി മാസങ്ങളൊക്കെ ചിങ്ങം വരുമ്പോൾ നമ്മൾ ഭയങ്കര ഗംഭീരമാവും, നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് പറയും. അതിന്റെ സന്തോഷം കഴിഞ്ഞ ഈ ചിങ്ങമാസം നമുക്ക് മനസ്സിലായി. ഈ ഓണക്കാലം ശരിക്കും നമ്മൾ ഒരു ദിവസം പോലും ടെൻഷൻ അടിച്ച് ജോലി ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളൊരു പ്രധാനമുണ്ട്. നമുക്ക് പല പോസിറ്റീവ് കാര്യങ്ങളും ചുറ്റുപാടും കാണുന്നതിന്റെ ഒരു മനസ്സുണ്ട്. ഞാൻ അതാ ചോദിക്കുന്നത്, നമ്മൾ തന്നെയാണോ നമ്മുടെ സമയം നല്ലതാക്കുന്നതും മോശമാക്കുന്നതും? അല്ല, അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ ഞാനത് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. അതായത് എപ്പോഴും ഒരു ആൾ ജോത്സ്യന്റെ അടുത്തേക്ക് വരുന്നത് അയാൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കുന്ന സമയത്താണ്. ശരിക്കും എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ അവരവർക്കുള്ള സൊല്യൂഷൻസ് അവന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അവന്റെ ഇമോഷണൽ ഡൗൺ ആയി. ഇപ്പൊ ഞാൻ ഇമോഷണലി ഡൗൺ ആണെങ്കിൽ എനിക്ക് സൊല്യൂഷൻസ് വരത്തില്ല, ഞാൻ തകർന്നു നിൽക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ ഒരു ആസ്ട്രോളജറിന്റെ അടുത്തേക്ക് വരുന്ന ഒരാൾക്ക് ഇമോഷണലി അയാളെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കുക എന്നുള്ളൊരു കടമ കൂടിയാണ് ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം ഒരു ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്ന ഒരാളെ തീർച്ചയായിട്ടും ഒരു ആസ്ട്രോളജർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പേടിയുണ്ട് എന്ന് കരുതുക. പേടിയുണ്ടപ്പോ ആ കുട്ടിക്ക് ഒരു പേന പൂജിച്ച് നൽകുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ആ താൽക്കാലികമായി ആ കുട്ടിക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യവും കോൺഫിഡൻസും അതിലൂടെ കിട്ടും. പക്ഷെ പിന്നീട് ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. മോനെ, പേന പൂജിച്ചാലും നിനക്കറിയാവുന്ന കാര്യങ്ങൾ, നീ പഠിച്ച കാര്യങ്ങൾ മാത്രമേ നിനക്ക് പേപ്പറിലേക്ക് പകർത്താൻ കഴിയും. പക്ഷെ നിനക്ക് പേന പൂജിച്ചതുകൊണ്ട് നിനക്ക് കിട്ടിയത് ഒരു കോൺഫിഡൻസ് ആണ്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു അബദ്ധം ഉണ്ടാവും. കാരണം അടുത്ത പ്രാവശ്യവും ടെൻഷൻ വരുമ്പോ പേന പൂജിച്ചാൽ എഴുതാൻ പറ്റുമെന്ന് ചിന്തിക്കും. അപ്പം അതൊരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് നൽകുക എന്നുള്ളതാണ് ആസ്ട്രോളജറുടെ കർത്തവ്യം. തീർച്ചയായിട്ടും നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യം കറക്റ്റ് ആണ്. നമ്മുടെ ഉള്ളിൽ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷെ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ഇമോഷണലി ഡൗൺ ആണ്. ആ സമയത്ത് നമുക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് ചൂഷണം നടക്കുന്നത് അല്ലേ ചേട്ടാ? എക്സാക്ട്ലി. അങ്ങനെ എന്ത് പറഞ്ഞാലും കേൾക്കും, എന്ത് പറഞ്ഞാലും അത് ചെയ്യും. ആ സമയത്ത് എവിടെയാണ് ഇതിന് സൊല്യൂഷൻ എന്ന് ചിന്തിച്ച് നടക്കും. ശരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. ഈ ആസ്ട്രോളജിസ്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ അവർ ഓരോ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊരു പക്ഷെ മറ്റൊരാൾക്ക് ഒരു സൊല്യൂഷൻ ആയിരിക്കും. മറ്റൊരാള് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അതിൽ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് അവർക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഹരിയെ ഒരുപാട് ആളുകൾ സമീപിക്കുന്നുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾക്കായിട്ട്. അപ്പൊ എത്രക്കാരാണ് ഈ സമയത്ത് കൂടുതലായി ഈ കാലഘട്ടത്തിൽ ഹരിയിലേക്ക് വരുന്നത്? എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് കൂടുതൽ അഡ്രസ് ചെയ്യപ്പെടുന്നത്? ശരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് എന്താ അറിയോ രഞ്ജിത്ത്, നമ്മൾ ഈ പ്രത്യേകിച്ച് ആസ്ട്രോളജറുടെ അടുത്തേക്ക് വരുന്നത് പല പ്രശ്നങ്ങളാണ്. അസുഖമുള്ളവർ വരും, ചില നമ്മൾ വലിയ വിഷമം തോന്നുന്ന കാര്യങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ടു പോയിട്ട് പിന്നീട് ഒരു അടുത്ത ദിവസങ്ങളിൽ വരുന്ന ആളുകളുണ്ട്. അവരെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളും വൈകാരികമായി ഒരു ടെൻഷനിൽ അകപ്പെടാറുണ്ട്. അത്തരം പ്രശ്നങ്ങൾ വരും. ചില കുഞ്ഞു കാര്യമായിരിക്കും, അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ ആയിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് സൊല്യൂഷൻ വരില്ല. അപ്പൊ നല്ലൊരു ആസ്ട്രോളജർ അവർക്ക് കൃത്യമായി
ആദ്യം ചെയ്യേണ്ടത് ഹീലിംഗ് കൊടുക്കുക, അവർക്ക് സമാധാനം കൊടുക്കുക. ആവശ്യത്തിന് അതങ്ങോട്ട് കൊടുത്താൽ അവർ തന്നെ അപ്പൊ അവരുടെ സൊല്യൂഷൻസ് ഉണ്ടാക്കും. കാരണം എസ് രഞ്ജിത്തിനും അറിയാവുന്ന ഒരു കഥ കൂടി ഞാൻ പറയാം. എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് വിദേശത്ത് അദ്ദേഹത്തിന് ബിസിനസ്സിൽ കുറച്ച് തകർച്ച വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാര്യം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പം ഇവൻ ആത്മഹത്യയെ പറ്റിയൊക്കെ സംസാരിക്കുന്നു, എനിക്ക് പേടി തോന്നുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹരി ഞാൻ പറഞ്ഞു എന്ന് പറയല്ലേ എന്ന് പറഞ്ഞു. ഞാനപ്പോ അവനെ വിളിച്ചിട്ട് ചോദിച്ചു എന്തുകൊണ്ടാ വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞിങ്ങനെ എനിക്ക് വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയക്കാൻ പറഞ്ഞു. അപ്പൊ അവന്റെ ഹൊറോസ്കോപ്പ് നോക്കിയപ്പോൾ അവന് ജ്യോതിഷ നിയമം അനുസരിച്ച് കുറച്ച് സമയം മോശമാണ്. ഒരു സെപ്റ്റംബർ മാസത്തോടെയാണ് ആ സമയം മാറുന്നത്. ഈ വർഷത്തെ കാര്യമല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞടാ, നിനക്ക് സെപ്റ്റംബറിലാണ് സമയം മാറുന്നത്, ഇപ്പൊ വളരെ മോശം സമയമാണ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, നീ ഇപ്പോഴും പ്രവർത്തിക്കണം. നീ എന്ന് വെച്ചിട്ട് പ്രവർത്തിക്കാതിരിക്കണം, നീ ജോലി ചെയ്യണം. പക്ഷെ എല്ലായിടത്തുനിന്നും നിനക്ക് റിജക്ഷൻസ് ആയിരിക്കും. ആ റിജക്ഷൻ ആവുമ്പോഴും നീ മാക്സിമം വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഓക്കെ പറഞ്ഞു, അവനൊരു കോൺഫിഡൻസ് ആയി. അവൻ അടുത്ത ദിവസം മാർക്കറ്റിങ്ങിലാണ്. അവനൊരു സ്ഥലത്ത് ചെല്ലുമ്പോ അവര് ഇന്ന് നടക്കത്തില്ല എന്ന് പറയുമ്പോ, അല്ലെ ഇതിപ്പോ നിങ്ങൾക്ക് തരില്ല എന്ന് പറയുമ്പോ നേരത്തെ ആയിരുന്നു അവൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ഞാൻ ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് അവൻ ആ സമയത്ത് പറയും, സെപ്റ്റംബർ ഒന്ന് ആഡറാ വെച്ചിട്ടുണ്ടെന്ന് പറയും. കാരണം അവനൊരു പ്രതീക്ഷ സെപ്റ്റംബർ വെച്ചു. അവൻ വർക്ക് ചെയ്തു, മാക്സിമം വർക്ക് ചെയ്തു. കറക്റ്റ് സെപ്റ്റംബർ ആയപ്പോ അവന്റെ പ്രശ്നം തീർന്നു. രണ്ട് കാര്യമാണ്. ഒന്ന്, ഞാൻ ജ്യോതിഷ നിയമം അനുസരിച്ചാണ് അവനോട് അത് പറഞ്ഞത്. പക്ഷെ ഇപ്പുറത്ത് അവന്റെ പ്രവർത്തനം അതിൽ ഭയങ്കരമായിട്ടുണ്ട്. അവൻ വർക്ക് ചെയ്തു. നേരത്തെ അവൻ ഒരു തവണ റിജക്ഷൻ വരുമ്പോൾ ഇമോഷണലി ഡൗൺ ആണ്. പക്ഷെ ഇപ്പോൾ അവൻ പ്രവർത്തിച്ചു. ഇത് ഞാൻ പറയുമ്പോഴാണ് ചിലപ്പോ താഴെ ഇയാൾക്ക് ജ്യോതിഷ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ജ്യോതിഷ നിയമമാണെന്ന് മനസ്സിലാക്കാൻ. ജ്യോതിഷികൾ പറയുന്ന സമയവും ജ്യോതിഷിയെ മാത്രമല്ല, സ്വയം നമ്മൾ കൂടെ ജോലി ചെയ്താൽ മാത്രമേ നന്നാവാൻ പറ്റുള്ളൂ. ഹരിച്ചേട്ടന്റെ ഒരു ഏറ്റവും വലിയ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് ഒരു ഷോയില്, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഒരു ഷോയില് ഹരിച്ചേട്ടനോട് ഒരാൾ വിളിച്ചിട്ട് പറയും, ഞാൻ ചേട്ടന്റെ ഭയങ്കര ആരാധകനാണ്, സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയും. പറയൂ, അപ്പൊ എന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോ ഈ പുള്ളി പറയും ഇന്നാണ് പേരെന്ന് പറയും. അപ്പൊ ചോദിക്കും, നിങ്ങള് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളല്ലേ? അതെ സാർ, ഇത് എങ്ങനെ മനസ്സിലായി ചോദിക്കുമ്പോ സാധാരണ ഒരു ജോലിച്ചിലും പറയാത്ത രീതിയിൽ പറയാണ്, അത് എനിക്ക് ട്രൂ കോളറിൽ വന്നായിരുന്നു, ഇന്നയാള് കാറ്ററിംഗ് എന്ന് പറഞ്ഞ് വന്നായിരുന്നു. അപ്പൊ അത്തരത്തില് രസകരമായിട്ട്, അതായത് തനിക്ക് അതിൽ വലിയ ചേട്ടന് വേണമെങ്കിൽ അത് ഒളിപ്പിച്ച് വെക്കായിരുന്നല്ലോ, പുള്ളി അതെടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ആഘോഷിച്ചേനെ. ഞാൻ ഫോൺ ചെയ്തപ്പോ തന്നെ എന്റെ മേഖല അറിഞ്ഞു എന്നൊക്കെ. പക്ഷെ ആ രസകരമായ താങ്കളുടെ ആ ഒരു പറച്ചിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നർമ്മം വലിയ പ്രാധാന്യമുണ്ട് താങ്കളുടെ രീതിയിൽ നിന്നുള്ളതാണ്. അല്ല, ഇത് നർമ്മം എന്ന് പറഞ്ഞാൽ ഇവര് കുറെ ഹരിയുടെ കുറെ നല്ല സുഹൃത്തുക്കളുണ്ട് അവിടെ പത്തനാപുരത്ത്, എനിക്ക് വർഷങ്ങളുടെ അറിയാം. അവരെല്ലാം ഇങ്ങനത്തെ ആളുകളാണ്. അവരൊക്കെ ഒരുപാട് തമാശകളും എല്ലാവരും പോസിറ്റീവ് വൈബുള്ളവരാണ്. ഈ ജനന സമയം എപ്പോഴും നമ്മൾ ജ്യോത്സ്യന്മാരെ കാണുമ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ജനന സമയമാണല്ലോ ചോദിക്കും. ജനന സമയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? നമുക്ക് ഏകദേശം അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാരണം ഈ കുട്ടി ജനിക്കുന്നത് നേരത്തെ 9 മാസം 9 ദിവസവും ആകുമ്പോൾ അവര് വേണമെന്ന് വെച്ച് പുറത്തേക്ക് വരുന്ന സമയമാണല്ലോ അവരുടെ ജനന സമയം എക്സാക്ട്ലി. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ സമയത്തിനനുസരിച്ചാണല്ലോ കുഞ്ഞ് ഏത് നാള്, അത് സിസേറിയൻ ഏത് നാള് നമ്മൾ വേണമെന്ന് പറയുന്നു, ഡോക്ടറുടെ അവധി, അതെല്ലാം കൂടി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ജനന സമയത്തിനുള്ള പ്രാധാന്യം എങ്ങനെയാണ് ഹരിച്ചേട്ടാ? ശരിക്കും ഈ പ്രസവമാണെങ്കിൽ പോലും ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ഈ സിസ്റ്റർമാര് പറഞ്ഞു കൊടുക്കുന്ന ടൈം കുറച്ച് പ്രസവം കഴിഞ്ഞിട്ടുള്ള ടൈം ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. പിന്നെ ജ്യോതിഷികൾക്കിടയിൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു തർക്കമുണ്ട്, എപ്പോഴത്തെ സമയമാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ. ജ്യോതിഷത്തിൻ്റെതായ ഒരു നിയമമുണ്ട്, നഷ്ടജാതകം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സമയം കണ്ടെത്താമെന്ന്. അത് ജ്യോതിഷത്തിലെ നിയമമാണ്. ജ്യോതിഷത്തിൽ ഈ സമയം എന്നുള്ളതിനേക്കാൾ അതിനോടൊപ്പം തന്നെയാണ് സ്ഥലത്തിന്റെ ഒരു പ്രാധാന്യം. ദുബൈയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഇവിടുത്തെ ടൈമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഹൊറോസ്കോപ്പ് എടുത്താൽ ശരിയാകില്ല. അവിടുത്തെ അക്ഷാംശവും രേഖാംശവും വെച്ചിട്ട് അവിടുത്തെ ടൈം കണക്കാക്കി അങ്ങനെയാണ് എടുക്കാറുള്ളത്. അപ്പം താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഈ സമയം എക്സാക്ട് ടൈം ആയിരിക്കത്തില്ല. പിന്നെ സിസേറിനൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ ജ്യോതിഷത്തിൽ ഒരു നഷ്ടജാതകം എന്ന് പറഞ്ഞിട്ട് ഒരു അങ്ങനത്തെ പല ഓപ്ഷൻസ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ജ്യോതിഷത്തില് ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെയധികം നന്ദി. രാവിലെയൊക്കെ ഒരുപാട് ആളുകൾ ആശംസകൾ രണ്ട് കാര്യത്തിന്. ഒന്ന്, പാട്ട് പഠിക്കുന്നതിന് ആശംസകൾ, മുന്നോട്ട് പോട്ടെ. പിന്നെ സിനിമ അഭിനയം നന്നായി പോട്ടെ. ടീച്ചർ പാട്ട് പഠിപ്പിച്ച് നിർത്താതിരുന്നാൽ മതി. ആ ടീച്ചർക്ക് ആദ്യം ആശംസ തരണം. ന്യൂസ് 18 ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് ന്യൂസ് 18 വർക്ക് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്കും ഇതുവരെ നാളെ സുഹൃത്തുക്കളാകാൻ പോകുന്നവർക്കും എല്ലാവിധ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. നമുക്കിനിയും പോകേണ്ടത് പാലക്കാട്ടേക്കാണ്. പാലക്കാട്ട് തൃശ്ശൂരിലെ പുലികളിയോളം പ്രസിദ്ധമാണ് പാലക്കാട് പല്ലശനയിലെ ഓണത്തല്ല്. ഏറ്റവും പഴക്കം ചെന്ന ഓണക്കളികളിലൊന്നായ പല്ലശനക്കാരുടെ ഓണത്തല്ലിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം.
അഭ്യാസിയുടെ മെയ്വഴക്കത്തോടെ പുരുഷാരത്തിന് മധ്യത്തിലാണ് ഹയ്യത്തട വിളികളോടെ യോദ്ധാക്കളുടെ ഓണത്തല്ല്. ആട്ടക്കളത്തിലെ പോർവിളിയും കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുന്ന തല്ലും പല്ലശ്ശനയിലെ തിരുവോണ ദിനത്തിലും അവിട്ടനാളിലുമാണ് പ്രസിദ്ധമായ ഓണത്തല്ല്. കൈ പരത്തിയുള്ള അടിയും തടയും മാത്രമേ ഓണത്തല്ലിൽ പാടുള്ളൂ. മുഷ്ടി ചുരുട്ടി ഇടിക്കുകയോ ചവിട്ടുകയോ ചെയ്യരുത്. അങ്ങനെ വന്നാൽ റഫറി ഫൗൾ വിളിക്കും. പല്ലശ്ശന ദേശത്തെ നാട്ടുരാജാവായിരുന്ന കുറൂർ നമ്പിടിയെ സാമൂതിരിയുടെ നിർദ്ദേശാനുസരണം കുതിരവട്ടം നായർ ചതിച്ചുകൊന്നെന്നും രോഷം പൂണ്ട ദേശവാസികൾ പോർവിളി നടത്തിയതിൻ്റെയും ഓർമ്മ പുതുക്കലാണ് ഓണത്തല്ല്. തിരുവോണനാളിൽ മന്താടിയാർ വിഭാഗക്കാരും അവിട്ടം നാളിൽ നായർ സമുദായക്കാരുമാണ് ആട്ടക്കളത്തിലെ ഓണത്തല്ല് വീരന്മാർ. തല്ലിൽ പങ്കെടുക്കുന്ന ഇരു ചേരികളിലെയും യോദ്ധാക്കൾ കുളി കഴിഞ്ഞ് മാംസാഹാരം കൂട്ടിയുള്ള കൊലച്ചോറുണ്ട് വീടുകളിൽ നിന്നും ഇറങ്ങും. പിന്നീട് ദേശദൈവങ്ങളെ വണങ്ങിയ ശേഷം കച്ചകെട്ടി ഭസ്മം ചാർത്തി യോദ്ധാക്കൾ ആട്ടക്കളത്തിൽ ഇറങ്ങുന്നതോടെ ചേരി തിരിഞ്ഞുള്ള നിരയോട്ടം തുടങ്ങുന്നു. യുദ്ധാരവത്തെ അനുസ്മരിക്കുന്ന ധൂയിവിളികളോടെ ഇരു ചേരിക്കാരുടെയും നിരയോട്ടം. പിന്നെ തല്ലിൻ്റെ പൊടിപൂരമായിരിക്കും. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. പല്ലശ്ശനയിലെ ഓണത്തല്ല് ശരിക്കും തല്ലുന്നുണ്ട്. വേദനിക്കുന്നല്ല. അതെ, എന്തായാലും നമുക്കപ്പോ ഇനി ഒരു ഇടവേള എടുത്ത ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. ഇന്നലെയാണ് അശ്വതി മറ്റൊരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു വാർത്ത പുറത്തു വന്നത്. ഡൊണാൾഡ് ട്രംപിന് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. വധശ്രമം എന്ന് പറയാൻ സാധിക്കില്ല. അവിടെ വെടിവെപ്പ്, അതായത് അദ്ദേഹം ഗോൾഫ് കളിച്ചുകൊണ്ടിരുന്ന ക്ലബിന് സമീപത്ത് വെടിവെപ്പുണ്ടായി. അത് പക്ഷേ ട്രംപിന് നേരെ ഉണ്ടായി. ലക്ഷ്യം അദ്ദേഹം തന്നെയായിരുന്നു എന്നുള്ളതാണ്. ആക്രമണത്തിന് ശ്രമിച്ച റയാൻ റൌത്തിനെ ഫ്ലോറിഡയിലെ കോടതിയിൽ ഹാജരാക്കി. 2 ഫെഡറൽ കുറ്റം റയാൻ റൌത്തിനെതിരെ ചുമത്തി. ക്രിമിനൽ പശ്ചാത്തലമുള്ളയാൾ തോക്ക് കൈവശം വെച്ചു, തോക്കിന്റെ സീരിയൽ നമ്പർ മായ്ച്ചു കളഞ്ഞു എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ട്രംപിന്റെ വധശ്രമവുമായി ബന്ധപ്പെട്ട ഇലോൺ മസ്കിന്റെ പ്രസ്താവനയും വിവാദമായിട്ടുണ്ട്. ബൈഡനെയും കമലാ ഹാരിസിനെയും ആരും വധിക്കാൻ ശ്രമിക്കുന്നില്ലെന്നായിരുന്നു മസ്കിന്റെ പ്രസ്താവന. തുടർന്ന് ഈ ട്വീറ്റ് മസ്ക് പിൻവലിക്കുകയും ചെയ്തു. ഏതായാലും അതാണ് ഈ പല അമേരിക്കക്കാർക്കും അങ്ങനെ ഒരു സംശയമുണ്ട് എന്ന് തോന്നുന്നു. തുടർച്ചയായി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നു. സജിമോൻ ആന്റണി ചേരുകയാണ്. സജിമോൻ ആന്റണി, 3 ലെയറിൽ ഉള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ട്രംപ് ഗോൾഫ് കളിക്കുന്ന ആ ഒരു മൈതാനത്ത് ട്രംപ് 5ാമത്തെ ഹോളിലും 6ാമത്തെ അവിടെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. 18 ഹോളുകളുള്ള ഗോൾഫ് സെന്റർ ആയിരുന്നു, ഗോൾഫ് കോഴ്സ് ആയിരുന്നു അത്. അപ്പം അതിനകത്ത് ട്രംപിന് മുന്നിൽ ഹോൾ നമ്പർ 7ലും 8ലും 9ലും ആദ്യം സെക്യൂരിറ്റി ചെക്ക് ചെയ്യും. ആ ഒരു സമയത്താണ് ഈ ഒരു തോക്കിന്റെ മുന പൊന്തക്കാട്ടിലൂടെ വേലിയിലൂടെ സീക്രട്ട് സർവീസിന്റെ കണ്ണിൽ പെടുകയും സീക്രട്ട് സർവീസ് അങ്ങോട്ട് വെടിവെക്കുകയുമാണ് ഉണ്ടായത്. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അക്രമി ഇങ്ങോട്ട് വെടിവെച്ചു എന്നുള്ളത്. ആക്ച്വലി ഇങ്ങോട്ട് വെടിവെച്ചില്ല. എനിക്കറിയാൻ കഴിയുന്നത് ഏകദേശം 12 മണിക്കൂറോളം ഈ ഒരു അക്രമി ഈ പൊന്തക്കാട്ടിൽ പതുങ്ങി കിടക്കുകയായിരുന്നു ഈ ഒരു വരവിന് വേണ്ടിയിട്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്തമായി വരുന്നുണ്ടല്ലോ സജിമോൻ ആന്റണി. ഇപ്പോൾ ഈ കമലാ ഹാരിസ് സർവേകളിലൊക്കെ മുന്നിലാണ്. ഇനിയും ഒരു സംവാദത്തിന് തയ്യാറാകാൻ ഇല്ല എന്ന് ട്രംപ് പറയുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ ട്രംപ് അല്പം പുറകോട്ട് പോകുന്ന പ്രശ്നം കൂടി സംഭവിക്കുന്നുണ്ട്. അതിനെ എങ്ങനെ അതിജീവിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്? ഇത്തരം വാർത്തകൾ അമേരിക്കൻ ജനതയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അമേരിക്കൻ ജനത ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നത്. കാരണം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ, അമേരിക്കൻ ജനാധിപത്യത്തിൽ ഇവിടെ അക്രമത്തിന് ഒരു പ്രസക്തിയില്ല എന്നുള്ളത് വസ്തുതയാണ്. മുമ്പ് ഞാൻ പറഞ്ഞു ഏകദേശം 50,000 ആൾക്കാർ മരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് മിക്കവാറും ഇങ്ങനെയുള്ള മാസ് ഷൂട്ടിങ്സിന്റെ ഫലമായിട്ടാണ്. ഇന്ന് തന്നെ ഫ്ലോറിഡയിൽ 11 വയസ്സുള്ള ഒരു കൊച്ച് മിഡിൽ സ്കൂളിലേക്ക് തോക്കുമായിട്ട് വന്നു. അതിനെ പോലീസ് കറക്റ്റ് സമയത്ത് ഇന്റർവ്യൂ ചെയ്തു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു 14 വയസ്സുകാരൻ 4 പേരെ ഷൂട്ട് ഡൗൺ ചെയ്തത്. അങ്ങനെ എല്ലാ അക്രമങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. എന്നാലും രാഷ്ട്രീയത്തിനകത്ത് അതിനകത്ത് ഒരു പങ്കുമില്ലായിരുന്നു. അതുകൊണ്ട്
തന്നെ ഇന്നലെ ഈ ഒരു അക്രമം, ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായ അതേ സമയം തന്നെ പ്രസിഡന്റ് ബൈഡനും കമലാ ഹാരിസും സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയുണ്ടായി. അമേരിക്കൻ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അക്രമത്തിന് യാതൊരു സ്ഥാനവുമില്ലെന്നും അതിനെ ശക്തിയുക്തം അപലപിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഒരു സിറ്റുവേഷൻ, ഒരു വ്യത്യാസം വന്നത് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് JD വാൻസും ഒരുമിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയെ അല്ലെങ്കിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ ബ്ലെയിം ചെയ്യുകയാണ് ഉണ്ടായത്. ട്രംപിന്റെ സെക്യൂരിറ്റിയിലുള്ള സീക്രട്ട് സർവീസിന്റെ വീഴ്ചയാണ് ഇത് പ്രതിഫലിക്കുന്നത് എന്നും ഇതിന്റെ ഉത്തരവാദിത്തം ബൈഡൻ ഹാരിസ് അഡ്മിനിസ്ട്രേഷൻ ആണ് എന്നും, ബൈഡൻ ഹാരിസ് അല്ലെങ്കിൽ ഹാരിസ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആണ് എന്നുള്ള ഒരു ന്യൂസ് ഔട്ട്ലെറ്റും ഉണ്ടായി. എലോങ് വിത്ത് ദാറ്റ് താങ്കൾ പറഞ്ഞുകൊണ്ട് തന്നെ എലോൺ മസ്ക് ഒരു ട്വീറ്റ് ചെയ്യുകയും അതിനെ വിഡ്രോ ചെയ്യുകയും ചെയ്തു. ഏതായാലും രാഷ്ട്രീയമായിട്ട് വളരെ കലുഷിതമായിട്ടാണ് ഇപ്പൊ പോകുന്നത്. ഇതിനൊരു ഓൾട്ടർനേറ്റീവ് തിയറിയും ഉണ്ട്. ഏകദേശം പലപ്പോഴും നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് കേൾക്കാറുണ്ട്, ഇലക്ഷൻ വരുമ്പോഴത്തേക്കും കാശ്മീരിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം വരും, അത് വോട്ടിനെ ബാധിക്കാനാണ് എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങൾ വരുന്നത് പോലൊക്കെ തന്നെ അമേരിക്കയിലും അങ്ങനെ ഒരു സംസാരമാണ്, ഒരു ഓൾട്ടർനേറ്റീവ് തിയറി ഉണ്ട്. ഇതൊക്കെ തന്നെ കാരണം ട്രംപ് ഇങ്ങോട്ട് വെടിവെച്ചിട്ടില്ല, അപ്പൊ ഇതൊരു ഗിമിക്സ് ആയിരുന്നോ, അങ്ങനെയാണോ, റിയൽ ആയിട്ടൊരു ത്രെട്ട് ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ഓൾട്ടർനേറ്റീവ് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇതൊന്നും ഒഫീഷ്യൽ ആയിട്ടുള്ളതല്ല. ഏതായാലും FBI അല്ലെങ്കിൽ സീക്രട്ട് സർവീസ് ഏജൻസും ഇതിനെ വളരെ ശക്തിയുക്തം ആണ് ഈ ഒരു അന്വേഷണം മുന്നേക്ക് പോകുന്നത്. ഈ ഒരു അക്രമിക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട്, എന്നാൽ വലിയൊരു സിവിയർ അല്ല. ഫെലണി ഉൾപ്പെടെ വണ്ടിയുടെ ടിക്കറ്റ് അല്ലെങ്കിൽ ട്രാഫിക് ടിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഏകദേശം 8ഓളം കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തെ ഓൾറെഡി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഗണ്ണിന്റെ ഇതിനു വേണ്ടിയിട്ട് തന്നെ 2 വർഷമോ അതോ 1 വർഷമോ മുമ്പ് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഇൻസിഡന്റ് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതോറിറ്റിക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ അതോറിറ്റീസ് നമ്മുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ഓഫീസിൽ വന്ന് നമ്മളെ ഇന്റർവ്യൂ ചെയ്ത് മേക്ക് ഷുവർ ചെയ്യും ഇത് ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ. എന്നാൽ അവിടെ പോലും ഇത് ഫെയിലർ ആയി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരിക്കൽ കൂടി ഓണാശംസകൾ. താങ്കളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, നമ്മുടെ ഒരു വലിയ കമ്മ്യൂണിറ്റി അവിടെ ജീവിക്കുന്നുണ്ട്, എല്ലാവർക്കും ഞങ്ങളുടെ ന്യൂസ് 8ന്റെ വക ഓണാശംസ അറിയിക്കണം. നന്ദി. താങ്ക് യു. നിങ്ങൾക്ക് ഏവർക്കും ഓണാശംസകൾ. എല്ലാ സമ്പൽ സമൃദ്ധിയും ഹാപ്പിനെസ്സും സ്നേഹവും നേരുന്നു. അമേരിക്കൻ ജനതയുടെ അല്ലെങ്കിൽ അമേരിക്കൻ കനേഡിയൻ ജനതയുടെ ഒന്നടങ്കം നേരുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇന്ന് കഴിഞ്ഞ ഈ ഓണം റിലീസുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 6ഓളം ചിത്രങ്ങളാണ് ഓണവുമായി ബന്ധപ്പെട്ട് റിലീസ് ചെയ്തത്. റിലീസിന് പിന്നാലെ ടൊവിനോ തോമസ് നായകനായ അജയന്റെ 2ാം മോഷണത്തിന്റെ വ്യാജ കോപ്പി പുറത്തിറങ്ങി. അതെ, ട്രെയിനിലിരുന്ന് വ്യാജ കോപ്പി കാണുന്ന യാത്രക്കാരന്റെ വീഡിയോ സംവിധായകൻ തന്നെയാണ്, ജിതിൻ ലാൽ തന്നെയാണ് ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ഒരു സുഹൃത്ത് അയച്ചു തന്ന വീഡിയോ ആണിതെന്നും ഇത് തന്റെ ഹൃദയം തകർക്കുന്നതാണെന്നുമായിരുന്നു ജിതിൻ ലാൽ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് പറഞ്ഞത്. ഹരികൃഷ്ണൻ വിവരങ്ങൾ പങ്കുവെക്കും. ഹരി, തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി കുറച്ചുനാൾ ഒന്ന് വരണ്ടു കിടന്ന തിയേറ്ററുകളെ, മലയാള സിനിമയെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്ന സിനിമയാണ് ഈ അജയന്റെ 2ാം മോഷണം, ARM. അപ്പോൾ ഇങ്ങനെ വ്യാജ പതിപ്പ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നിയമ നടപടികൾ തുടങ്ങിയോ? രഞ്ജിത്ത്, അതുതന്നെയാണ് തകർന്നു കിടന്നൊരു മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ ഓണം റിലീസിലാണ് കുറച്ചെങ്കിലും ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നത്. അതും ഇപ്പോൾ ഈ ചിത്രമായ അജയന്റെ 2ാം മോഷണം ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ 22 കോടിയധികം നേടി. അതിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തന്നെ 15 കോടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ഈ വ്യാജ പതിപ്പ് എന്നത് കഴിഞ്ഞ സിനിമകളിലൊക്കെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു വൈറസായി തന്നെ ഇത് പടരുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഈ വാർത്ത, അതായത് ജിതിൻ ലാൽ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ടെലഗ്രാം എന്ന ആപ്പ് വഴി ഇത് റിലീസ് ചെയ്ത് 2ാം ദിവസം തന്നെ, അതായത് 12-ാം തീയതി ചിത്രം റിലീസാകുന്നു, 13-ാം തീയതി തന്നെ ഈ ചിത്രത്തിന്റെ കോപ്പികൾ, വ്യാജ പതിപ്പുകളൊക്കെ തന്നെ ടെലഗ്രാമുകളിൽ ഡയറക്റ്റായി തന്നെ സെൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വളരെ വേദനാജനകമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം വേറൊരു നിയമ നടപടി പ്രത്യേകിച്ച് നിർമ്മാതാവ് ലിസിൻ സ്റ്റീഫനാണ്, ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് തന്നെ പോകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തടയാൻ പറ്റുന്ന ഒരു സോഴ്സ് ഇതുവരെ നിലവിലില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ധനുഷ് ചിത്രമായ രായൻ ഇതുപോലെ ഒരു പൈറസി കോപ്പി തിരുവനന്തപുരത്ത് തന്നെ എരീസ്പെക്സ് തിയേറ്ററിൽ ഒരാൾ ട്രൈപോഡ് വെച്ച് ഷൂട്ട് ചെയ്തിരുന്ന ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനെതിരെയും കേസ് വന്നിരുന്നതാണ്. ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. പല സിനിമകളിലൊക്കെ തന്നെ ഇതേ വിധിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നുമുണ്ട്. പക്ഷേ ഇതിൽ സംവിധായകൻ പറയുന്നത് ഇതും അതുപോലെ തന്നെയാണ്. ട്രൈപോഡ് ഉപയോഗിച്ച് 2.5 മണിക്കൂർ തിയേറ്ററിനുള്ളിൽ നിന്ന് യാതൊരുവിധ ഷേക്കുമില്ല. അത് പ്രത്യേകിച്ച് നമ്മൾ കയ്യിൽ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും 2.5 മണിക്കൂറാണെങ്കിൽ 2.5 മണിക്കൂർ നമ്മൾ ഫോൺ വെച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്തായാലും ഷേക്ക് ഉണ്ടാവും. പക്ഷേ ഇത് തിയേറ്ററിനുള്ളിൽ
CCTV ക്യാമറകളുടെ അകമ്പടിയോടുകൂടി തന്നെ ഇത്രയും ട്രൈപോഡുകൾ വെച്ചിട്ട് പോലും അതിൽ തിയേറ്റർ അതോറിറ്റീസ് പോലും പലതും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതും അദ്ദേഹം ചോദിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ കോപ്പി പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. കാരണം സംവിധായകൻ പറഞ്ഞിരുന്നത് നമുക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സമയത്ത് സബ് ടൈറ്റിൽസ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്നുള്ളതാണെങ്കിൽ അറബ് സബ് ടൈറ്റിൽസ് ഉൾപ്പെടെ സ്ക്രീനിൽ കാണിക്കും. ഇന്ത്യയിൽ മാത്രമാണ് അറബില്ലാത്ത സബ് ടൈറ്റിൽസ് കാണുന്നത്. അപ്പോൾ ഇത് ഇന്ത്യൻ കോപ്പിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് വൈറസ് പോലെ സ്പ്രെഡ് ചെയ്തു. പ്രത്യേകിച്ച് ചിത്രം ഇറങ്ങി 2ാം ദിവസം തന്നെ ടെലഗ്രാമുകളിലെ 5 അക്കൗണ്ടുകൾ, ടെലഗ്രാമിലെ 5 പേജുകളിൽ ഈ ചിത്രം ഡയറക്റ്റായി തന്നെ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇത് മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ വൈറസ് പോലെ ഫോർവേഡ് ആവുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പല നിർമ്മാതാക്കൾ പലപ്പോഴായി ഈ പൈറസി സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ തന്നെ സ്റ്റോപ്പ് പൈറസി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിന് ഒരു ഉറപ്പുമില്ല. പക്ഷേ യൂടോറൻറ്റിലേക്ക്, പ്രത്യേകിച്ച് ഈ ചിത്രം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് യൂടോറൻറ്റിലേക്ക് ഡയറക്റ്റായി അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ടെലഗ്രാമിലേക്ക് പോകുന്നു. ടെലഗ്രാം വഴി ഇത് തിയേറ്റർ കോപ്പികൾ പറക്കുന്നു. ഈ 3D ചിത്രമാണ് ARM. അപ്പോൾ 3Dയിലേക്ക് നോർമലായി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തിയേറ്ററിൽ കൃത്യമായി നമ്മൾ എടുക്കുന്ന സമയത്ത് ബ്ലറായിരിക്കും. അതുകൊണ്ട് തന്നെ 2D പതിപ്പ്, ചിത്രത്തിൻ്റെ 2D പതിപ്പ് ഷൂട്ട് ചെയ്തിട്ട് അതാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ ഒരാൾ ഇരുന്ന് കാണുന്ന ഒരു വീഡിയോ ആണ് സംവിധായകൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ചിത്രം തിയേറ്ററിൽ റിലീസ് ആവുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പൈറേറ്റഡ് കോപ്പി റിലീസ് ആവുന്ന സംവിധായകൻ തന്നെ അത്തരത്തിലൊരു ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം എന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് അത്രത്തോളം അവരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സിനിമാ വ്യവസായം പോലെ ഒരു വലിയ വ്യവസായത്തെ നമ്മൾ തകർക്കാൻ പാടില്ല. തിയേറ്ററിൽ പോയി തന്നെ സിനിമകൾ കാണണം എന്നുള്ളതാണ്. ശരി ഹരി, ഇന്നലെ ഹരി ഓണത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു അല്ലേ? ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന ചിത്രത്തിന് മികച്ച അഭിപ്രായമുണ്ട്. ഷബി ചൗഗട്ട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ അബു സലീം ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18നോട് അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് നടനും നിർമ്മാതാവുമായ ദിനേശ് പണിക്കരും നായിക കൃഷ്ണേന്ദുവും. അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ കാണാം. ഓണക്കാലം എല്ലാവരും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററുകളിലേക്ക് അവർ കാത്തിരിക്കുകയാണ്. അവർക്കും ഒരു ഫാമിലി ആയിട്ട് യുണൈറ്റ് ചെയ്ത് ചിലപ്പോൾ തന്നെ അവർ കാണുന്നത് തിയേറ്ററിലായിരിക്കും, എല്ലാവരും ജോലിയും തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് സിനിമകൾ മറ്റും റിലീസിനുണ്ട്. തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ, റിലീസായി കഴിഞ്ഞു, എങ്ങനെയുണ്ട്, റെസ്പോൺസസ് എങ്ങനെ പോകുന്നു, നിങ്ങൾ ഇനിയുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് എനിക്ക് ഓഡിയൻസിനൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ സിനിമയിലുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ പബ്ലിസിറ്റിയിലെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാരെ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം, ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ദുൽഖർ സൽമാൻ ചെയ്ത സുകുമാരക്കുറുപ്പ്, അല്ലെങ്കിൽ ശരിക്കുള്ള കേന്ദ്ര കഥാപാത്രം നമുക്ക് അറിയാവുന്നൊരു വില്ലൻ ആ സുകുമാരക്കുറുപ്പാണോ ഇതിനകത്തുള്ളതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അല്ല, ആ സുകുമാരക്കുറുപ്പ് വേറൊരു സുകുമാരക്കുറുപ്പ്. ഇതിനകത്ത് സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്നത് ഒരു കോഫി ഷോപ്പ് നടത്തുന്ന ഒരു നല്ല തടിച്ച നല്ല കുരുണ്ട ആരാണ്? അബു സലീം ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് സുകുമാരക്കുറുപ്പ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചിത്രത്തിൻ്റെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് സുകുമാരക്കുറുപ്പ് തന്നെയാണ്, അതായത് അബു സലീമാണ്. പിന്നെ നമുക്ക് നായകൻ എന്നൊരു കോൺസെപ്റ്റ് വരുമ്പോഴേക്കും നമ്മളെപ്പോഴും മാറ്റി ചിന്തിക്കുന്ന കുറച്ച് റൊമാൻറ്റിക് ഇമേജ് എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ മാത്രമല്ല നായിക വേണം, ആ നായികയായിട്ട് കുറച്ച് നർമ്മസല്ലാപവും കുറച്ച് റൊമാൻസും ഒക്കെ വേണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് നായകനായിട്ട് വരുന്നത് വേറെ ആരുമല്ല, ഷാജി കൈലാസിൻ്റെ 2ാമത്തെ പുത്രനാണ് റുഷീൻ. അപ്പോൾ റുഷീനാണ് ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ചിത്രത്തിലെ നായകൻ. അങ്ങനെ നായകന് ഒരു നായികയോട് വേണമല്ലോ. തൊട്ടടുത്ത് ഇരിപ്പുണ്ട് നായിക നമ്മുടെ ദേവിക എന്ന കഥാപാത്രം ചെയ്ത്. പറഞ്ഞോളൂ. അതിൽ ഞാൻ റുഷിൻ അഭിനയിക്കുന്ന നായകൻ്റെ ഒരു ക്രഷായിട്ട് വരും. അവർ നടത്തുന്ന കോഫി ഷോപ്പിൻ്റെ ആ ഒരു സ്ഥലത്തൊക്കെ ബസ് കയറാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് റുഷിൻ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ വരുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ. ക്യാരക്ടറിനെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് പറയുമോ? ജോണി ആൻ്റണിയുടെ മോളായിട്ടാണ് ഞാൻ വരുന്നത്. കോളേജിന് പോകാൻ വേണ്ടി ബസ്സിൻ്റെ അവിടെ ബസ് കാത്തു നിൽക്കുമ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പം അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ. കൃഷ്ണ 10th 10th പഠിക്കുന്നത്. എന്താണ് സ്കൂളിൽ എന്താണ് ഇതിനെ പറ്റി വല്ല സംസാരം ഉണ്ടോ? ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ കുട്ടികളായിട്ടൊക്കെ സംസാരിക്കുമല്ലോ. താരമല്ലേ? അതെ, സിനിമയിൽ സംസാരിച്ചിട്ടുണ്ടോ? സിനിമയിൽ കണ്ട് കൂട്ടുകാരൊക്കെ എന്താ പറഞ്ഞത്? സ്കൂളിൽ എല്ലാവരും ചോദിച്ചോണ്ടിരിക്കുന്നത് ദുൽഖർ സൽമാൻ ഉണ്ടോ എന്നാണ് ചോദിക്കാറ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കണ്ടു നോക്ക്, അങ്ങനെ പറഞ്ഞതാക്കി. അവരൊക്കെ ഇപ്പോൾ സിനിമ കാണുന്നേ ഉള്ളൂ. അവരെല്ലാവരും എന്നെ ഭയങ്കര സിനിമാ നടിയായോ. ഞാൻ പണ്ട് ഗുഡ്ഷപ്പേഡിലായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ കുറച്ച് പേര് ഞാൻ ലുലു പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് വലിയ സിനിമാ നടിയൊക്കെ ആയപ്പോൾ നമ്മളെ മറന്നു, അങ്ങനെ ഒരു രീതിയിൽ ടോക്ക് ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ല,
ഞാൻ വലിയ ജാടയൊന്നുമില്ല കേട്ടോ, എന്നെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ, നായികയാണെന്നുള്ളതിന് അഹങ്കാരമൊന്നുമില്ല. ഏതായാലും ഈ സിനിമയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സുകുമാരക്കുറുപ്പ് ടൈറ്റിൽ വെച്ച് ഞാൻ പറയുമായിരുന്നു, ഇത് ആ പഴയ സുകുമാരക്കുറുപ്പിൻ്റെ കഥയല്ല. ഇതെന്ന് പറയുമ്പോഴേക്കും ആൾക്കാർക്ക് തിയേറ്ററിൽ വന്നാൽ ഒരു 2 മണിക്കൂർ ആസ്വദിക്കാനുള്ള സംഭവം, റിലാക്സ് ചെയ്തിരുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഈ റാംജി റാവു സ്പീക്കിംഗ് എന്നൊരു പടം കണ്ടില്ലേ, അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമർ ഇഷ്ടം പോലെയുണ്ട്, പിന്നെ അതിനകത്ത് അത്യാവശ്യം നല്ല ത്രില്ലുണ്ട്. അങ്ങനെ നമ്മളെ പിടിച്ചിരുത്തുന്ന കുറേ നല്ല ഘടകങ്ങൾ ഇതിൻ്റെ സ്ക്രിപ്റ്റിലുണ്ട്. പിന്നെ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഷെബി ചാവക്കാട് എന്ന് പറയുന്നതിന് മുമ്പ് നല്ല ഹിറ്റ് സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ഒരു ഡയറക്ടറാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ഡയറക്ഷൻ്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല, അദ്ദേഹം ഇതിനു മുമ്പ് കഴിവ് തെളിയിച്ച ഒരു ഡയറക്ടറാണ്. പിന്നെ ഇതിൻ്റെ ഒരു മേജർ എലിമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ കഥാപാത്രം കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഇതിനകത്ത് തുടങ്ങുമ്പോൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഫി ഷോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ കഥ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ആ കോഫി ഷോപ്പിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്നത് അബുസലീമിൻ്റെ കൂടെ കുറേ ശിങ്കിടികളായിട്ട് ഒരു 4-5 പേരുണ്ട്. ഇവരുടെ ഒരു ഗ്യാങ് ശരിക്കും പറഞ്ഞാൽ ഈ കഥ കൊണ്ടുപോകുന്ന ഇവരാണ്. അപ്പോൾ ഇവരുടെ വീടിന് നേരെ മുമ്പിൽ വലിയൊരു പലേഷ്യലായിട്ടുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത് എൻ്റെ വീടാണ്. ഞാൻ ദുബായിലുള്ള അല്ലെങ്കിൽ എബ്രോഡുള്ള ഒരു വലിയ കോടീശ്വരനാണ്. ഞാനിവിടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത്, എൻ്റെ മകന് ഒരു പ്രേമമുണ്ട്. അത് ഞങ്ങളുടെ ആ ഒരു വലിപ്പത്തിന് ഒരിക്കലും മാച്ച് ചെയ്യാത്ത ഒരു അലയൻസാണത്. അത് ഇഷ്ടപ്പെടാതെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനാണ് അവിടെ ഒരു വില്ലനായിട്ടൊക്കെ മാറുന്നതാണ് കഥ തുടങ്ങുന്നത്. പിന്നീട് ഇത് ബേസ് ചെയ്താണ് ആ കഥ, ഈ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്നുള്ള പടം മുഴുവൻ തന്നെ പോകുന്നത്. ഞാൻ ആ പയ്യനെ കൊല്ലാൻ നോക്കുന്നതും അതിൽ വരുന്ന കുറേ പാളിച്ചകളും അതിൽ വരുന്ന ഹ്യൂമറും എല്ലാം കുറേ ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ പറയാൻ പാടില്ലാത്ത കുറേ എലിമെൻറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് തിയേറ്ററിൽ പോയി തന്നെ നിങ്ങൾ കാണണം. കാരണം ആ ഒരു സംഭവം എസ്പെഷ്യലി ഓഡിയൻസിൻ്റെ ഇടയിലിരുന്ന് കാണുമ്പോൾ ആ ഹ്യൂമർ എലിമെൻറ്റ് നമുക്ക് എപ്പോഴും ഒരു ഇത് വരുമല്ലോ. കാരണം എല്ലാവരും ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും. ഇത് ഈ പടത്തിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾ തിയേറ്ററിൽ ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള എല്ലാ എലിമെൻസും ഈ ചിത്രത്തിലുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്, അയ്യോ അതിനിടയ്ക്ക് വലിയ വലിയ സിനിമകളുടെ ഇടയിൽ കൊണ്ട് ഇട്ടിരിക്കുകയാണല്ലോ ഓണത്തിന്, അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. പക്ഷെ അതിന് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ വലിയ സിനിമകളിലൊന്നും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല. ഈ പറഞ്ഞ 2 സിനിമകളും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പറഞ്ഞ അവിടെ അതുണ്ട്. പക്ഷേ അത് വലിയ സിനിമകൾ എന്ന് പറയുന്നത് 2-3 സിനിമകളാണെന്ന് തോന്നുന്നു, വലിയ സിനിമകൾ. അതെ, 3. ഞാൻ ബഡ്ജറ്റ് വൈസാണ് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ബഡ്ജറ്റും കൂടെ എടുത്ത് പറയേണ്ട കാര്യം ഉണ്ട് ആക്ച്വലി, ഞാൻ പറയാതെ. അപ്പോൾ ആ സിനിമകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ പീനട്സ് ഇതിന് ബഡ്ജറ്റിൽ തീർത്ത ഒരു പടമാണ്. അതും അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റുകളുണ്ട് ഇതിനകത്ത്. ടിനി ടോം ഉണ്ട്, ജോണി ആൻ്റണി ഉണ്ട്, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വലിയ താരവലയെന്ന് പറയുന്നത് പിന്നെ ഇനിയ ഒരു വലിയ പോലീസ് കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ നമ്മുടെ ശ്രീജിത്ത് രവിയുണ്ട്. എല്ലാവരും ഇതിനകത്ത് വന്ന് അവരുടെ പ്രസൻസ് ഈ പടത്തിൽ ഭയങ്കര രസമാണ്. അപ്പോൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരിക്കാനുള്ള നല്ലൊരു വകയുണ്ട്. ഇനി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് പറയേണ്ട ഇതിനകത്ത് ആ ഒരു പ്രൊഡക്ഷൻ്റെ സൈഡും ഡയറക്ഷൻ സൈഡുമാണ്. സ്ക്രിപ്റ്റ് നല്ലൊരു സ്ക്രിപ്റ്റാണ്. ബാലഗോപാൽ എന്ന് പറയുന്ന ഒരു പുതിയ എഴുത്തുകാരനാണ്, അദ്ദേഹം നല്ലൊരു സ്ക്രിപ്റ്റാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് സംവിധാനം ചെയ്ത ഷെബി ചാവക്കാടിൻ്റെ മിടുക്കെന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഞാൻ പ്രൊഡ്യൂസർ കൂടി ആയിരുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ച് പോകുന്നത്. 14 ദിവസം കൊണ്ടാണ് ഈ പടം തീർത്തിരിക്കുന്നത്. എന്തൊരു മെറ്റിക്കുലസ് പ്ലാനിങ് ആയിരുന്നു. രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത വൈകിട്ട് 7-8 മണിയാകുമ്പോഴേക്കും പാക്കപ്പാണ്. കറക്റ്റായിട്ട് വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്രൊഡക്ഷൻ സൈഡാണെങ്കിലും ഡയറക്ഷൻ സൈഡ് അത്രയും പ്ലാൻഡ് ആയിട്ടാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ ഈ 14 ദിവസം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് സമയം പോകുന്ന പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ചെല്ലുക, വർക്ക് ചെയ്യുക, അങ്ങ് ഇറങ്ങിപ്പോകും. കാരണം നമുക്കൊരു ഹോളിഡേ മൂഡായിരുന്നു. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു ഈ ചിത്രത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും പിന്നെ ടോട്ടാലിറ്റിയിലും നിങ്ങൾക്കത് കാണാം. അപ്പോൾ ഈ സിനിമ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു റാംജി റാവു സ്പീക്കിംഗ് അതിൻ്റെ മൂഡിലാണ് ഈ സിനിമ മൊത്തം കൊണ്ടുപോയിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ചേട്ടാ ഇപ്പം പറഞ്ഞിരുന്നു ആദ്യത്തെ ഒരു ഹാഫിലൊരു വില്ലൻ പോലെ ആണ് എന്നുള്ളത്. ചേട്ടൻ അങ്ങനെ കണ്ടിട്ടില്ല പ്രേക്ഷകർ അങ്ങനെ സീരിയലുകളിലും മറ്റേ സിനിമകളിൽ പണ്ട് അല്ല. ഞാൻ പറയുന്നത് ഇപ്പം മറ്റേ നിഷ്കളങ്കമായ, ഇപ്പം ഞാൻ ഇതിനടുത്തിടയ്ക്ക് ഒരു സിനിമ കണ്ടിരുന്നു, ഒരു സസ്പെൻസ് വില്ലനായിട്ട് ദിനേശ് ചേട്ടൻ വന്നൊരു സിനിമ, കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്തൊരു സിനിമ. ഞാൻ അത് ഡയൽ 100 പറഞ്ഞിട്ടുണ്ട്, ആ സിനിമ കണ്ടിരുന്ന. ഞാൻ പറഞ്ഞ വില്ലൻ വേഷങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു രൂപം, നമ്മുടെ ചിരി,
അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു കോൺട്രറി ആയിട്ട് ഒരു വില്ലൻ വേഷത്തിലേക്ക് വരുന്നു. പക്ഷേ ഇതിനകത്ത് വേറെ സസ്പെൻസ് ഒന്നുമില്ല. തുടക്കം മുതൽ ഞാൻ വില്ലനാണ്. കാരണം വില്ലൻ എന്ന് പറയുമ്പോൾ അത് വേറൊരു കോൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ആൾ നല്ലൊരു അച്ഛനാണെന്ന് പറയാം. കാരണം സ്വന്തം മകന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ മകൻ വേറൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു. ആ പെണ്ണെന്ന് പറയുന്നത് നമ്മുടെ മാച്ചിങ്ങിന് പറ്റിയതല്ല. അതുകൊണ്ട് ആ കുട്ടിയെ തട്ടിക്കള, അതിലും വില്ലത്തരമുണ്ട്, ആ കുട്ടിയെ തട്ടിക്കളയാൻ പറയുന്നതാണ്. അവിടെ മുതലാണ് ഈ പടത്തിൻ്റെ ഹ്യൂമർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെ തട്ടിക്കളയും, ആ തട്ടലിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. എനിക്ക് തന്നെ എൻ്റെ കഥാപാത്രം പോൾ മാട്ടുമ്മൽ എന്ന് പറയുന്ന കഥാപാത്രത്തിന് എന്ത് സംഭവിക്കുന്നു, ഇതാണ് പിന്നീട് കഥ കൊണ്ടുപോകും. പിന്നീട് അതിനകത്ത് ഇവരെല്ലാവരും വന്ന് ജോയിൻ ചെയ്ത് ഭയങ്കര രസമായിട്ടാണ് എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് പോയി കാണണം അല്ലേ? അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് തോന്നിയ ഒരു കാര്യം. എന്തായാലും മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ക്യാൻസർ രോഗം വിടാതെ പിന്തുടരുന്ന കുടുംബത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹായഹസ്തം. കൊച്ചി പെരുമ്പളത്തുള്ള ഇവരുടെ വീടിന്റെ ജപ്തി പണമടച്ചൊഴിവാക്കുകയും ക്യാൻസർ രോഗബാധിതയായ 4 വയസ്സുകാരിക്ക് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു. ദുരന്തങ്ങൾ വിടാതെ പിന്തുടരുന്ന കുടുംബമാണ് പെരുമ്പളം സ്വദേശിയായ മത്സ്യത്തൊഴിലാളി രാജപ്പൻ്റേത്. മകൾ രശ്മിമോൾ 26-ാം വയസ്സിൽ ക്യാൻസർ ബാധിച്ച് മരിച്ചു. ഏറെ വൈകാതെ ഭാര്യ മിനിക്കും ക്യാൻസർ സ്ഥിരീകരിച്ചു. മിനിയുടെ ചികിത്സ തുടരാൻ പാടുപെടുമ്പോഴാണ് മകളുടെ ഇളയകുട്ടി 4-ാം ക്ലാസ്സുകാരി ആരഭിയെയും രോഗം പിടികൂടുന്നത്. ഇവരുടെ ചികിത്സയ്ക്കായാണ് ബാങ്കിൽ വീട് പണയപ്പെടുത്തിയത്. തുച്ഛമായ വരുമാനവും ചികിത്സയും കൂടിയായപ്പോൾ ബാങ്ക് ലോൺ അടവ് മുടങ്ങി. പിന്നെ നാട്ടുകാർ സഹായിച്ച് മുന്നോട്ട് നീങ്ങുന്നതിനിടെയാണ് സാമൂഹ്യ പ്രവർത്തകനായ കണ്ണൻ പെരുമ്പളത്തിലൂടെ സുരേഷ് ഗോപിയുടെ ഇടപെടൽ. സുരേഷ് ഗോപി സാറ് വന്ന് എനിക്കിപ്പോൾ ഈ പ്രമാണം എടുത്ത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിന്റെ ചികിത്സയുടെ കാര്യങ്ങളും കൂടിയൊക്കെ നടന്നു കിട്ടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാ ആളുകളോടും ജനത്തിനോടും കടപ്പെട്ട് ഇരിക്കുകയാണ്. എനിക്ക് അത് ദൈവത്തിന്റെ മുമ്പിലും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാനത് നന്ദി പറയുന്നു. എനിക്ക് അത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കാരണം ഞാനും എൻ്റെ കുടുംബവും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട് തിരിച്ചു കിട്ടിയില്ല എന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ തന്നിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് ഇത്രയും പറയാനുള്ള സുരേഷ് ഗോപി സാറിന് ഒരുപാട് കോടി പ്രണാമം ഞങ്ങളുടെ അതിൽ അർപ്പിക്കുന്നുണ്ട്. അത്രക്ക് സന്തോഷമുണ്ട് ആ പുണ്യാത്മാവ് അങ്ങനെ ചെയ്തതിൽ. ഇളയ പേരക്കുട്ടി ആരബി ജന്മന സംസാരശേഷി കുറവാണ്. മജ്ജയിലാണ് കുട്ടിക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. കുട്ടിയുടെ തുടർ ചികിത്സയും സുരേഷ് ഗോപി ഉറപ്പു നൽകിയിട്ടുണ്ട്. അവർക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം, അതിനുള്ള സൗകര്യം ഒരുക്കാൻ പറ്റി, അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പഠിത്തത്തിന്റെ കാര്യം ലോക്കോ പൈലറ്റ്സ് നോക്കുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ സിഗ്നലാണ്. ഇനി ചികിത്സയുടെ കാര്യത്തിന് ഡോക്ടേഴ്സിനെ എല്ലാം വിളിച്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഓവർ ഹെഡ്സ് എന്താണെന്നൊക്കെ നോക്കണം. സുരേഷ് ഗോപിയുടെ ട്രസ്റ്റിൽ നിന്നുമാണ് ജപ്തി ഒഴിവാക്കാൻ പണമടച്ചത്. മൂത്തമകൾ ആരാധ്യയുടെ പഠനകാര്യങ്ങൾ ലോക്കോ പൈലറ്റ് കൂട്ടായ്മയായ സംഘബന്ധു സമർപ്പൺ ഏറ്റെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. എന്തായാലും ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയ കൈത്താങ്ങാണ്, വലിയ ആശ്വാസമാണ്. നമ്മളിനി സ്പെഷ്യൽ ഡേയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ 74-ാം പിറന്നാളാണ് ഇന്ന്. നമുക്കറിയാം അദ്ദേഹം തുടർച്ചയായ വർഷങ്ങളിൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇന്നലെയായിരുന്നു മോദി സർക്കാരിൻ്റെ രണ്ടാം മോദി സർക്കാരിൻ്റെ 100-ാം ദിനം അല്ലേ? അതിൻ്റെ നിരവധി വികസന പദ്ധതികളും പ്രഖ്യാപിച്ചിരുന്നു. അതിനൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ കൂടി കടന്നു വരുന്നത്. മറ്റൊരു ബർത്ത്ഡേ വിഷിലേക്ക് പോകുമ്പോൾ നീതു, നമ്മുടെ സഹപ്രവർത്തകനായ മാർക്കറ്റിംഗിൽ അരുണിന്റെ പത്നിയാണ്, വൈഫാണ്. അപ്പോൾ നീതുവിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ നീതു. നീതുവിനെല്ലാ പിറന്നാൾ ആശംസകളും നേരുന്നു. അങ്ങനെ ഈ നമ്മുടെ പ്രേക്ഷകർക്ക് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ വിശേഷ അവസരങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കും. നിങ്ങൾക്ക് സ്ക്രീനിലും വരാം അല്ലേ? അതെ. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. മോർണിംഗ് വൈബ്സിന്റെ സമയം നമുക്ക് പൂർണ്ണമാവുകയാണ്. അപ്പൊ നമ്മൾ ഈ ചതയം ഇതോടെ ഓണം അവസാനിക്കുകയാണ് അല്ലെ? നമ്മൾ ഓണം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ കൂടുതൽ അതിഥികളും വാർത്തകളും ഒക്കെയായി വീണ്ടും കാണാം. നമസ്കാരം.